ഇത് ഒരു വെൽനസ് കോച്ച് എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് സുധീഷ് ജി, നിങ്ങളുടെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഹലോ സർ. ഒരു മിനിറ്റ്. ബ്രേക്ക് ആവുന്നുണ്ടല്ലേ? ഓക്കെ, ചെറിയ നെറ്റ്വർക്കിന്റെ എറർ ഫേസ് ചെയ്യുന്നതിന് ഞാൻ അധികം സമയം എടുക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെൽനസ് പ്രൊജക്ടിന്റെ ഭാഗമാണ് നമ്മളെല്ലാവരും. നമുക്ക് നമ്മുടെ ബിസിനസ് ശരിയായ രീതിയിൽ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു വെൽനസ് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു ബിസിനസിനേക്കാൾ ഉപരി ഇതിന് നമുക്ക് ശരിയായ രീതിയിൽ വെൽ കണക്റ്റഡ് ആവാനായിട്ട് സാധിക്കണം. നമുക്ക് നമ്മുടെ ലൈഫിന്റെ ഭാഗമായിട്ട് ഹെൽത്ത് മാറണം. ശരിക്കും ഒരു വെൽനസ് കമ്മ്യൂണിറ്റി, ഒരു വെൽനസ് കോച്ച് എന്നുള്ള രീതിയിൽ വളരെ പാഷനേറ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ചെയ്യുന്ന നമ്മുടെ പർപ്പസ് ക്ലിയർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൊജക്ട്, വെസ്റ്റീജ് എന്ന് പറയുന്ന പ്രൊജക്റ്റിൽ ഒരു ഹയർ ലെവൽ എത്താനായിട്ട് സാധിക്കുള്ളൂ. വി ഷുഡ് ബി പാഷനേറ്റ് ഓൺ പേഴ്സണൽ ഹെൽത്ത്. നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഹെൽത്തും നമ്മുടെ ഫാമിലിയുടെ ഹെൽത്തിനെയും പറ്റി അത്രയും പാഷനേറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബിസിനസ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഹെൽത്ത് സെഷൻ വെച്ചിട്ടുള്ള അത് വരാൻ പോകുന്ന വ്യക്തി അത് തീർച്ചയായും ഈ ഒരു പ്രൊജക്ടിന് ഇതൊരു ലൈഫിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കർമ്മമായിട്ട് എടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഹീസ് കമ്മിങ് ഫ്രം കാലിക്കറ്റ്. ഞാൻ ഓൾറെഡി കുറച്ച് ഡിലേ ആയി, അതുകൊണ്ട് ഇനി ഞാൻ ഫർദർ സമയം എടുക്കുന്നില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും പേഴ്സണൽ റിക്വസ്റ്റ് ചെയ്യാണ്, നോട്ട്ബുക്കും പെന്നും കൃത്യമായിരിക്കണം. കാരണം ഈ ഒരു സെഷൻ നമുക്ക് വീണ്ടും റിക്കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്സ് മുഖേന മാത്രമേ സാധിക്കുകയുള്ളൂ. ഇറ്റ്സ് നോട്ട് ഫോർ യുവർ സംവൺസ് ഹെൽത്ത്, ഇറ്റ്സ് യുവർ പേഴ്സണൽ ഹെൽത്ത്. നിങ്ങളുടെ ഹെൽത്ത് നന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരു ഹെൽത്തിനെ നന്നാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കണ്ണും കാതും തുറപ്പിച്ചു വെച്ച് പേഴ്സണൽ ഹെൽത്ത് അല്ലെങ്കിൽ സമൂഹത്തിന് ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്ന പ്രൊജക്ടിനെ ഒരു ഹൃദയത്തിന്റെ ഭാഗമായിട്ടുള്ള, ശരീരത്തിന്റെ ഭാഗമാക്കിയിട്ടുള്ള, മനസ്സിൽ പ്രതിഷ്ഠിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. നൺ അദർ ദാൻ മിസ്റ്റർ രാഘവൻ ജി ഫ്രം കാലിക്കറ്റ്. രാഘവൻ ജി, ഓവർ ടു യു. Yeah, okay. So time is already 8:40, 8:39. Okay. 5 മിനിറ്റ് ഡിലേ ആയാലും കുഴപ്പമില്ലല്ലോ. ഡിന്നർ കുറച്ച് ലേറ്റ് ആയിട്ട് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഡിന്നർ കഴിച്ചു വന്നിരുന്ന ആൾക്കാരുണ്ടാവില്ല കൂടുതലായിട്ടും. ഓക്കെ. സുധീഷ് സാറ് പരിചയപ്പെടുത്തി. പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഇൻ കാലിക്കറ്റ് ഓൺലി. ഞാൻ പഠിച്ചത് MCOM ആണ്, അതിനുശേഷം കമ്പനി സെക്രട്ടറി, then directly into the direct selling industry at the year of 2001. 2001 to 14, I was connected with a multinational company, direct selling company. അതിനുശേഷം ഇൻഡസ്ട്രിയൽ ചാലഞ്ചസ് എല്ലാം വന്നതിന് ശേഷം കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വന്നു. Then again came back to Vestige 6 years back. Okay. So directly നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. Our goal is live long and live healthy. ശരിയാണോ? ശരിയാണോ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഒരുപാട് കാലം ജീവിക്കുക, അത് വെറുതെ ജീവിക്കുക എന്നുള്ളതല്ല, ആരോഗ്യവാനായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ആരോഗ്യവതിയായിട്ട് ജീവിക്കുക. ശരിയാണ്. ഈ സ്ക്രീനിൽ നമ്മളിപ്പോൾ ഏകദേശം 140ഓളം പേര് ഇപ്പോൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. 140, 136 സംതിങ് നേരത്തെ കണ്ടപ്പോൾ തോന്നി. എന്താണ് നിങ്ങളുടെ ലൈഫിലെ ഇവിടെ ഇപ്പൊ ഈ സമയത്ത് നിങ്ങളോട് വന്നിരിക്കാനുള്ള കാരണം എന്താണ്? എനിക്ക് ആരോഗ്യം വേണം, ശരിയല്ലേ? അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ആരോഗ്യം ആവശ്യമാണ്. അല്ലെങ്കിൽ എനിക്ക് കേട്ട് മനസ്സിലാക്കിയിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം പോരാ, എൻ്റെ അയൽവാസികൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും എൻ്റെ റിലേറ്റീവ്സിന് എല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യം ഉണ്ടാക്കി കൊടുക്കണം, സൃഷ്ടിച്ചു കൊടുക്കണം. അതിന് ഞാനൊരു പങ്കാളി ആയാൽ നല്ലത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം. വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും, ശരിയല്ലേ? ഞാനും ഈ ഇൻഡസ്ട്രിയിൽ വന്നത് ഹെൽത്ത് ചലഞ്ചസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഞാനും ഈ ഇൻഡസ്ട്രിയിൽ വരാനുള്ള കാരണം പൈസ വാസ് സെക്കൻഡറി ഫോർ മീ. പക്ഷെ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷം മനസ്സിലായത് ഹെൽത്ത് വേണം, ശരിയാണ്. പക്ഷെ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കൂടുതൽ നമ്മൾ വ്യാകുലപ്പെടുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ സ്ട്രെസ് വരും, ശരിയല്ലേ?
ഹെൽത്തിനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ബിസിനസ്സിൽ വന്നത്, ഞാൻ വെസ്റ്റീജിൽ വന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ സുഹൃത്തെ, നിങ്ങളൊന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം വെറും ആരോഗ്യം നമുക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സഹായിക്കില്ല. ക്വാളിറ്റി ഓഫ് ലൈഫില് ഒരു ഭാഗം, ഒരു പോർഷൻ മാത്രമാണ് എന്ത്? ഹെൽത്ത്. ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഹെൽത്ത് മാത്രമാണെന്ന് വെച്ചാൽ ഹെൽത്ത് മാത്രമല്ല. 50% ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശും വേണം. സോ ഹെൽത്ത് ആൻഡ് മണി നമുക്ക് രണ്ടും ഒരേപോലെ നമുക്ക് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് എന്താ പറയുക, ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. സോ നമ്മൾ ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് നമുക്ക് നല്ല ഹെൽത്തും ഉണ്ട്, അതേസമയം നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യാൻ പറ്റാവുന്ന, നമുക്ക് പൈസയും കിട്ടുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ ഹെൽത്ത് മാത്രമാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കൂടുതൽ സ്ട്രെസ് ചെയ്യപ്പെടും. കാരണം നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആണെങ്കിൽ ആ ആരോഗ്യം നമ്മൾ കീഴ്പ്പെടുത്തും, നമ്മൾ അടിമകളാവും. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സ്ട്രെസ് വരും. എന്നോട് പല ആൾക്കാർ ചോദിക്കാറുണ്ട്, സാറ് സ്വീറ്റ് കഴിക്കാറുണ്ടോ, സാറ് വൈറ്റ് ഫുഡ് കഴിക്കാറുണ്ടോ, സാറ് ജിമ്മിൽ പോവാത്ത ദിവസങ്ങളുണ്ടോ, സാർക്ക് അസുഖം വരാറുണ്ടോ, സാറ് കുടുംബം എങ്ങനെയാണ്? എന്നോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. സുഹൃത്തെ, ഞാനും നിങ്ങളെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ്. നിങ്ങൾ ജീവിക്കുന്ന അതേ സൊസൈറ്റി തന്നെയാണ് ഞാനും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലളിത ചിന്താഗതിയുള്ള വ്യക്തിയൊക്കെ തന്നെയായിരുന്നു. ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് അത്യാവശ്യമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായതിനനുസരിച്ച് മുന്നോട്ട് പോയതും. നമ്മൾക്ക് ഇന്ന് ജീവിത സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന സംഗതികളെല്ലാം ചെയ്യാം എന്ന് മാത്രമേ നമ്മൾ ഇന്നത്തെ പ്രസന്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഗുഡ് ഹെൽത്ത് മാത്രം ആയിരിക്കരുത് അൾട്ടിമേറ്റ് മോട്ടീവ് എന്ന് ആദ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങണം. എന്താണ് ഇയാള് തുടക്കം തന്നെ നെഗറ്റീവ് പറയുന്നത് എന്ന് ചിന്തിക്കരുത്. കാരണം വെറും ആരോഗ്യം മാത്രം ഉള്ളത് കൊണ്ട് ഒരു വ്യക്തിക്ക് സക്സസ്ഫുൾ ആവും ഞാൻ വിശ്വസിക്കുന്നില്ല. ആരോഗ്യം മാത്രം പോരാ, പക്ഷെ ആരോഗ്യം ആവശ്യം കൂടിയാണ്. എന്താണ് ആരോഗ്യം? എല്ലാവർക്കും അറിയാം അല്ലെ? ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, എക്കണോമിക്കൽ വെൽബീയിങ് ഓഫ് എ പേഴ്സൺ ആണ് ഒരു വ്യക്തിയുടെ ആരോഗ്യം എന്ന് പറയും. ഈ 4 കാര്യത്തിന്റെ കോമ്പിനേഷൻ, ജസ്റ്റ് ഒരു ഓട്ടോ പ്രൊഡക്ഷൻ നടത്തും. ഈ 4 കാര്യത്തിന്റെ കോമ്പിനേഷനാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്, ശുഭാപ്തി വിശ്വാസം വേണം, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം, എന്തിനും ഒരു പ്രതീക്ഷയോട് കൂടെ കാണണം, പോസിബിലിറ്റി തിങ്കിങ് ഉണ്ടാവണം, പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അഡിക്വേറ്റ് റിലാക്സേഷൻ ആൻഡ് സ്ലീപ്പ്. സ്ലീപ്പ് ഇസ് എ വെരി ഗുഡ് മെഡിസിൻ. അറിയാമോ? ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് ഉറക്കമാണ്, പാരസെറ്റമോൾ അല്ല. ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് സ്ലീപ്പ് ആൻഡ് റിലാക്സേഷൻ ആണ്. എക്സസൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 300 മിനിറ്റ്, ആഴ്ചയിൽ 300 മിനിറ്റ്സ് നമ്മൾ ഫിസിക്കൽ മൂവ്മെന്റ്സ്, അതിന് വൈറ്റമിൻ എം എന്ന് പറയും. ഞാൻ അതിന് ഇട്ട സ്റ്റേറ്റ്മെന്റ് വൈറ്റമിൻ എം. വൈറ്റമിൻ എ ബി സി ഡി ഒക്കെ കേട്ടിട്ടുണ്ടോ? വൈറ്റമിൻ എമ്മിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ല. എന്താ വൈറ്റമിൻ എം എന്ന് പറഞ്ഞാൽ? വൈറ്റമിൻ മൂവ്മെന്റ്. മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എനി സോർട്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, വെദർ ഇറ്റ് ഈസ് ജോഗിങ്, റണ്ണിങ്, സ്വിമ്മിങ്, പ്ലേയിങ്, ഫുട്ബോളോ ക്രിക്കറ്റോ എന്തായിക്കോട്ടെ, ഫിസിക്കൽ മൂവ്മെന്റ്സ് നിർബന്ധമായിട്ടുണ്ടാവണം. ആഴ്ചയിൽ 300 മിനിറ്റ് ഉണ്ടാവണം. അത് ഇൻവോൾവ് ചെയ്ത് ചെയ്യണം, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചെയ്യരുത്. നമ്മൾ ഏത് കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചെയ്താൽ നമുക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടില്ല. നമ്മൾ പാഷനറ്റോട് കൂടി ചെയ്യുക. സുധീഷ് ജി ആദ്യം പറഞ്ഞോടെ ഡു വിത്ത് പാഷൻ. സോ ആഴ്ചയിൽ 300 മിനിറ്റ് വ്യായാമം ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ആഴ്ചയിൽ 4 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്നതിന്റെ തുല്യമായ സൈഡ് എഫക്ട് ബോഡിയിൽ ഉണ്ടാവുന്ന മതി. അതായത് 4 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരാളും തീരെ വ്യായാമം ചെയ്യാത്ത ഒരാളും ഒരേ കാറ്റഗറിയിൽ പെടുത്താം എന്നർത്ഥം. പുതിയ അറിവായിരിക്കും പല ആൾക്കാരും, പക്ഷെ അക്സെപ്റ്റ് ദ പോയിന്റ്. 4 പാക്കറ്റ് സിഗരറ്റ് വലിച്ചാൽ എത്രത്തോളം സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുവോ അത്രത്തോളം സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് ഒരു 300 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ആരും സ്മോക്കേഴ്സ് ആയിരിക്കില്ല, പക്ഷെ ഇതേവരെ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങളൊരു സ്മോക്കറിന്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നർത്ഥം. ഓക്കെ. ഫോർത്ത്, ന്യൂട്രീഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂട്രീഷൻ തന്നെയാണ്. ന്യൂട്രീഷൻ എവിടുന്ന കിട്ടുന്നത്? ഭക്ഷണത്തിലൂടെയാണ് കിട്ടുന്നത്. എത്ര ന്യൂട്രീഷൻ വേണം? എത്ര ന്യൂട്രീഷൻ കിട്ടിയാലും മതിയാവില്ല. നമ്മൾ ഇന്നത്തെ ടോപ്പിക് തന്നെ 100 ന്യൂട്രിയൻസ് പെർ ഡേ. ഒരു ദിവസം 100 പോഷകങ്ങൾ കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അത് വളരെ തുച്ഛമായ എക്സ്പെൻസിൽ, നമ്മളിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ വളരെ തുച്ഛമായ വരുമാനം മാത്രം മാറ്റിവെച്ചുകൊണ്ട് ഒരു കുടുംബത്തിന്, ഒരു വ്യക്തിക്ക് 100 പോഷകം ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഇനി 100 പോഷകങ്ങൾ കിട്ടാനായിട്ട് നമ്മൾ ഇന്ന് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബേസിക് ആശ്രയം എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് ആശ്രയം എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. ഞാൻ ചോദിച്ചു നോക്കട്ടെ,
നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചിക്കൻ കഴിക്കുന്ന ദിവസം നിങ്ങളോട് ഡോക്ടറോട് ചോദിച്ചിട്ടാണോ ചിക്കൻ കഴിച്ചത്? ആണോ? അല്ല. സിഗരറ്റ് ആദ്യമായിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നയാൾ ആദ്യമായിട്ട് സിഗരറ്റ് വലിച്ച സമയത്ത് നിങ്ങൾ നിങ്ങളെ ഡോക്ടറോട് ചോദിച്ചിട്ടാണോ സിഗരറ്റ് വലിച്ചത്? അല്ല. ശരിയല്ലേ? മദ്യപിച്ചുകൊണ്ടിരുന്നയാള് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ടാണോ നിങ്ങളെ മദ്യപാനം തുടങ്ങിയത്? അല്ല. പക്ഷെ ഒരു krill ഓയിൽ ഒരാൾ സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ ഡോക്ടറോട് ചോദിക്കുന്നത്? എനിക്കതിപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു പ്രോട്ടീൻ പൗഡർ നിങ്ങളൊരു ഫ്രണ്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്ത് തന്നു. നിങ്ങളെ 10-30 കൊല്ലം പരിചയമുള്ള നിങ്ങളെ വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടോ റിലേറ്റീവോ ആയിരിക്കും നിങ്ങളെ ഒരുപക്ഷെ പരിചയപ്പെടുത്തുന്നുണ്ടാവുക. അത് നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ടാ ചെയ്യുന്നത്. എന്തുകൊണ്ട്? നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനചര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം 90% നമ്മുടെ ശരീരത്തിന് വേണ്ടാത്തതാണെന്ന് മനസ്സിലാക്കിയിട്ടും ഇതൊന്നും നമ്മൾ ഡോക്ടറോട് ചോദിക്കാതെ അല്ലേ ചെയ്യുന്നത്. ചോദിക്കാതെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിയല്ലേ? എന്തുകൊണ്ട് ഈ ഒരു കാര്യം മാത്രം? നല്ല കാര്യം ഒരിക്കലും പോസ്റ്റ്പോൺ ചെയ്യരുത്. സ്റ്റാർട്ട് ടുഡേ, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് നമ്മൾ പറയും. സോ ഇന്നത്തെ നമ്മളെ ന്യൂട്രീഷന്റെ ഏക മീഡിയ എന്ന് പറയുന്നത് എന്താ? ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെല്ലാം പോഷകങ്ങൾ വേണം? ഈ പോഷകങ്ങളെല്ലാം വേണം. വെള്ളം വേണം, അന്നജം വേണം, കൊഴുപ്പ് വേണം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, ഫൈറ്റോ ന്യൂട്രിയൻസ് വേണം, ആന്റി ഓക്സിഡൻസ് വേണം. ഇതെല്ലാം ബേസിക്കായിട്ട് നമുക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻസ് ആണ്. വെള്ളം നമുക്കറിയാം ആവറേജ് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം. കാർബോഹൈഡ്രേറ്റ്, നമ്മളിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കാർബോഹൈഡ്രേറ്റ് ആണ് മെയിൻ ആയിട്ട്. ശരിയല്ലേ? എവ്രി ഫുഡ് ഫോർ ദാറ്റ് മാറ്റർ. രാവിലെ എന്ത് കഴിച്ചു? ഇഡ്ഡലി, അപ്പം, പുട്ട്, ദോശ, എക്സെട്ര. ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ ലേശം വളരെ കുറച്ച് ഉപ്പേരി, ചിലപ്പോൾ ഒരു മീൻ പൊരിച്ചു എന്തെങ്കിലും, അല്ലെങ്കിൽ ഫിഷ് കറി എന്തെങ്കിലും, അല്ലേ, അച്ചാറ്, കൂട്ടുകറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ, 1/2 ടീസ്പൂൺ. വൈകുന്നേരം ടീന്റെ കൂടെ സ്നാക്സോ കേക്കോ അല്ലെങ്കിൽ വല്ല പിസ്തയോ അല്ല ബർഗറോ പിസയോ അല്ലെങ്കിൽ പരിപ്പുവടയോ ഉഴുന്നുവടയോ അല്ലെ പഴംപൊരിയോ കായപ്പോ. രാത്രി വീണ്ടും തന്നെ ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. 80 to 90% നമ്മൾ കഴിക്കുന്ന എല്ലാം വൈറ്റ് ഫുഡാണ്, വെളുത്ത ധാന്യങ്ങളുടെ പ്രത്യേകത അതിൽ വേറൊന്നുമില്ല, ഫൈബർ ഒന്നുമില്ല, വെറും കാർബോഹൈഡ്രേറ്റ് മാത്രം അടങ്ങിയിട്ടുള്ളതാണ്. ഇത് ആക്ച്വലി നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു സാധനം. ഒരു ദിവസം ഒരു 300 ഗ്രാമൊക്കെ മതി. 300 ഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വളരെ കുറച്ച്. മാക്സിമം പോയാൽ ഒരു 6-7 ഇഡ്ഡലി കഴിച്ചാൽ തന്നെ ഒരു ദിവസത്തെ കാർബോഹൈഡ്രേറ്റ് ആയി. ഒരു നേരം കഴിക്കുന്നതാണ് 6-7 ഇഡ്ഡലി എന്നൊക്കെ പറയും. ഇനിയും കിടക്കുന്ന ബാക്കി ഇനി 2-3 നേരമൊക്കെ കഴിക്കുന്നു. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ഇത് എന്തുകൊണ്ട് ഡേഞ്ചറസ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരു ലിമിറ്റ് ഉണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. അത് നമുക്ക് പിന്നീട് സംസാരിക്കുന്നുണ്ട്. ഫാറ്റ് നമുക്ക് ആവശ്യമാണ്. ഫാറ്റ് എത്ര വേണം? omega-3 ഫാറ്റ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. ഒരുപാട് ഇതിൽ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ഒരു 80 to 90% ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിരിക്കും കൂടുതലായിട്ട്. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് ആവശ്യമുള്ളത്, omega-3 ആണ്. അതേസമയം കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കിയിട്ട് ഗീ, ബട്ടർ, പാൽ ഉൽപ്പന്നങ്ങൾ, എഗ്സ്, ചിക്കൻ, ബീഫ് കഴിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. ഇറ്റ്സ് ഓൾ ഗുഡ് ഫാറ്റ്സ്. കാർബോഹൈഡ്രേറ്റിന് കൂടുതൽ ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പ്രോട്ടീൻ നമുക്ക് ആവശ്യമുള്ളതാണ്. പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കുമോ സാറേ? പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കും. പ്രോട്ടീൻ കഴിച്ചാൽ മെലിയുമോ സാറേ? പ്രോട്ടീൻ കഴിച്ചാൽ മെലിയും. അപ്പൊ ആരാ തടിക്കുക, ആരാ മെലിയ? പ്രോട്ടീൻ കഴിച്ചാൽ നിങ്ങൾ സെല്ലിന് വേണ്ട ഡെവലപ്മെന്റ്സ് ഉണ്ടാവും, സെൽസിന് റീജനറേഷൻ കൂടും, സെൽസിന് ഇമ്മ്യൂണിറ്റി കപ്പാസിറ്റി കൂടും, കോശങ്ങളുടെ പ്രത്യുൽപാദനം കൂടും, നല്ല ഹെൽത്തി സെൽസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? അമിതമായിട്ട് എന്താ പറയാ ബോഡി ഫാറ്റ് ഉള്ള ആളാണെങ്കിൽ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ടിനോടൊപ്പം തന്നെ മെലിയാനും സാധ്യതയുണ്ട്. അതേസമയം ലീൻ മാസ് ഉള്ള ആളാണെങ്കിൽ പ്രോട്ടീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ സെൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഓർഗൻ ഡെവലപ്മെന്റ്സ്, മസിൽ ഡെവലപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് വെയിറ്റ് പുട്ടപ്പ് ചെയ്യാനും സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ വർക്കൗട്ടിനനുസരിച്ചിട്ടുണ്ടാവും, ഡെയിലി റുട്ടീനനുസരിച്ചിട്ടുണ്ടാവും. പക്ഷെ പ്രോട്ടീൻ കഴിച്ചാൽ ഒരിക്കലും തടിക്കില്ല. തടിക്കുക ഇൻ ദ സെൻസ് ബോഡി ഫാറ്റ് അല്ല പ്രോട്ടീൻ കഴിച്ച് ഡെവലപ്പ് ആവുന്നത്, സെൽ ഡെവലപ്മെന്റ് ആണ് കൂടുതൽ ഉണ്ടാവുന്നത്. സെൽ ഡെവലപ്മെന്റ്സും സെൽ റിപ്പയറും ഒക്കെയാണ് കൂടുതൽ ഉണ്ടാവുന്നത്. ഈ പറയുന്ന ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണിച്ച എല്ലാ മാക്രോ ന്യൂട്രിയൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഗ്രാം കണക്കിന് അല്ലെങ്കിൽ ലിറ്റർ കണക്കിനൊക്കെ കഴിക്കാം. പക്ഷെ വൈറ്റമിൻസ്, മിനറൽസ് നമുക്ക് ഗ്രാം കണക്കിലോ ലിറ്റർ കണക്കിനോ അല്ല, മൈക്രോഗ്രാം കണക്കിലും വളരെ ചെറിയ തോതിൽ ചെറിയ അളവിൽ മാത്രമാണ് വൈറ്റമിൻസ് ആവശ്യമുള്ളത്. വൈറ്റമിൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഫാം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നിന്നും ഫ്രൂട്ട്സ് നിന്നുമാണ് വൈറ്റമിൻസ് കിട്ടുന്നത്. ഫാം ഫ്രഷ്, തമിഴ്നാട്ടിൽ നിന്ന് ഒരാഴ്ച മുന്നേ കൃഷി ചെയ്ത് അവിടുന്ന് ലോറി കയറ്റി വിട്ട് അവിടുന്ന് നമ്മളെ വീട്ടിനടുത്തുള്ള പച്ചക്കറി മാർക്കറ്റിൽ നമ്മൾ പോയി വാങ്ങി, ആ പച്ചക്കറി മാർക്കറ്റ് നമ്മൾ 4 ദിവസത്തെ പച്ചക്കറി ഒന്നിച്ച് പോയി മേടിച്ച് നമ്മളെല്ലാം അരിഞ്ഞ് നമ്മളെ വീടിൻ്റെ അകത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച്
എന്നിട്ട് 3-4 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ക്യാരറ്റും വഴുതനങ്ങയും വെണ്ടയ്ക്കയും പാവയ്ക്കയും ഒക്കെ കഴിക്കുന്നതെങ്കിൽ ആ വെണ്ടയ്ക്കയിലും പാവയ്ക്കയിലും ക്യാരറ്റിലൊന്നും പ്രത്യേകിച്ച് ന്യൂട്രിയൻ കണ്ടന്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പറിച്ച് ഇപ്പൊ കറി വെച്ച് ഇപ്പൊ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഇലയിൽ നിന്നും ചെടിയിൽ നിന്നും തണ്ടിൽ നിന്നും വേരിൽ നിന്നും ഫ്രൂട്ടിൽ നിന്നും കിട്ടാവുന്ന 95% ന്യൂട്രിയൻസ് നമുക്ക് കിട്ടും. നാളെ കഴിക്കുകയാണെങ്കിൽ 75% കിട്ടുള്ളൂ. തേർഡ് ഡേ കഴിക്കുകയാണെങ്കിൽ 50% കിട്ടുള്ളൂ. ഫോർത്ത് ഡേ കഴിക്കുകയാണെങ്കിൽ ലെസ് ദാൻ 25%. നമ്മളിന്ന് മിക്കവാറും കഴിക്കുന്ന 4th, 5th, 6th ഡേ ഒക്കെയാണ് തോട്ടത്തുനിന്നും പറിച്ചിട്ട് നമ്മൾ പച്ചക്കറി നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരാശരി പോയാൽ 10 മുതൽ 20% വരെ മാത്രമേ നമുക്ക് പോഷകാംശങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഈ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. പിന്നെ കൾട്ടിവേഷൻ രീതി മാറി, ഔട്ട്പുട്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ടെക്നിക്സുകൾ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. അതൊക്കെ നമുക്ക് ശരീരത്തിന് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണ് ചെയ്യുന്നത്. ആൻഡ് തേർഡ്, ലാസ്റ്റ് നമുക്ക് മിനറൽസ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ ധാതുക്കൾ. ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ളത് എവിടെയാ? എർത്ത്, ഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ളത്. വെള്ളം ആൻഡ് സോയിൽ, ഇതിലാണ് ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ളത്. അപ്പൊ അയൺ കഴിച്ചാൽ ഏറ്റവും ബെസ്റ്റ് സോഴ്സ്, അയൺ സോഴ്സ് ഏതാ? ചീരയാണ്. പക്ഷെ ചീരേനേക്കാൾ നല്ല അയൺ സോഴ്സ് ഏതാ? മണ്ണാണ്. പക്ഷെ ഏറ്റവും നല്ലത് ഏതാ? ചീര നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. മണ്ണ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതേസമയം മഴവെള്ളത്തില് പോഷകാംശങ്ങളുണ്ട്, മഴവെള്ളത്തില് ന്യൂട്രിയൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. റെയിൻ വാട്ടറിൽ 10 to 15 മിനറൽസ് ആവശ്യമാണ്. അങ്ങനെ എത്ര മിനറൽസ് ആണ് ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള? ആകെ 9 10 സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. എത്ര മിനറൽസ് ഉണ്ടെന്ന് അറിയാവോ? 84ഓളം മിനറൽസ് ഇപ്പൊ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് പ്രകൃതിയിൽ. 84ഓളം മിനറൽസ്. ഈ മിനറൽസ് എല്ലാം നമുക്ക് ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ വളരെ 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 ചെറിയ ക്വാണ്ടിറ്റിയിലാണെന്ന് മാത്രം നമുക്ക് ആവശ്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു 9-10 ഇപ്പൊ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അയണും കാൽഷ്യവും മെഗ്നീഷ്യം, സിങ്കും ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. സെലീനിയം, ക്രോമിയം ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നമുക്ക് വേണ്ട ഫുഡും നമ്മൾ കഴിക്കേണ്ട ഫുഡും. നമ്മൾ ഈ ഒരു ന്യൂട്രീഷണൽ ഇംബാലൻസ് നമ്മൾ എപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ തരത്തിൽ ന്യൂട്രീഷണൽ ഇംബാലൻസ് ആണ് നമ്മൾ നേരിടുന്നത്? പ്രോട്ടീൻ ഇംബാലൻസ് ഉണ്ട്. കാരണം നമ്മുടെ ശരീരത്തിന്റെ തൂക്കത്തിനനുസരിച്ച് പ്രോട്ടീൻ കഴിക്കണം. ഞാൻ 74 കിലോ വെയിറ്റ് ഉണ്ട്. എനിക്ക് 74 ഗ്രാം പ്രോട്ടീൻ കിട്ടണം. ഒരു കോഴിമുട്ടയിൽ കഴിച്ചാൽ കിട്ടുന്നത് 4-4.5 ഗ്രാം പ്രോട്ടീനാണ്. വൈറ്റ് ഫുഡിൽ ഒരു പ്രോട്ടീനും ഇല്ല. നമ്മൾ കഴിക്കുന്ന 80% വൈറ്റ് ഫുഡാണ്. ദർ ഈസ് നത്തിങ് ഇൻ ദാറ്റ് വൈറ്റ് ഫുഡ്. സോ പ്രോട്ടീൻ സോഴ്സ് കിട്ടാനായിട്ട് പാല് ഉൽപ്പന്നങ്ങൾ, പാല് ഉൽപ്പന്നങ്ങൾ, ചിക്കൻ, ബീഫ്, സോയ നല്ല സോഴ്സാണ്, നട്ട്സ്, ഇതിലൊക്കെ നല്ല സോഴ്സാണ് പ്രോട്ടീൻ സോഴ്സ്. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ് ഒരു ദിവസം. അപ്പോൾ ഈ ഷോർട്ടേജ് നമ്മൾ എന്ത് ചെയ്യും? ഈ ഷോർട്ടേജ് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സപ്ലിമെന്റ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആരെല്ലാം പ്രോട്ടീൻ കഴിക്കണം? എവ്രി വൺ ഷുഡ് ടേക്ക് പ്രോട്ടീൻ. 1-1.5 വയസ്സിന് മേൽപോട്ടുള്ള മുലകൂടി നിർത്തിയിട്ടുള്ള ഏതൊരു വ്യക്തിയും പ്രോട്ടീൻ ആവശ്യമാണ്. അവർക്ക് ഗ്രോയിങ് സ്റ്റേജിൽ പ്രോട്ടീൻ ആവശ്യമാണ്, അഡോളസന്റ് ഏജിൽ പ്രോട്ടീൻ ആവശ്യമാണ്, എൽഡർലി പീപ്പിൾക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. അവർക്ക് ഡീജനറേഷൻ കൂടുന്നുണ്ടാവും. സ്ത്രീകൾക്ക് നിർബന്ധമായിട്ടും പ്രോട്ടീൻ ആവശ്യമാണ്. ഗർഭിണികൾ ഒരു സംശയവും വെക്കണ്ട, നിർബന്ധമായിട്ടും പ്രോട്ടീൻ കഴിച്ചിരിക്കണം. ലാക്ടേറ്റിംഗ് വിമൺ, അവർക്കും അത്യാവശ്യമാണ് പ്രോട്ടീൻ. ആരൊക്കെ കഴിക്കണം? എനിബഡി ക്യാൻ ടേക്ക്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന കിഡ്നി പേഷ്യൻസ് വരെ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. പ്രോട്ടീൻ പൗഡർ ആയിട്ട് തന്നെ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മുടെ ഫൈബർ ഫുഡൊക്കെ നമ്മൾ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ വൈറ്റമിൻസ്, മിനറൽസ് ഉണ്ട്, omega-3 ഫാറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്ലൈഡ് ഒന്നും ഉണ്ടാവോ? ഫീഡിങ്. യെസ്. പോയോ? ഇല്ല, ഒരു മിനിറ്റ് പെടാം. എന്റെ സ്ക്രീൻ പോയോ? ഓക്കെ. സീഡിങ് ഏതാ പ്രോഡക്റ്റ്? സീഡിങ്ങിന്റെ സ്ലൈഡ് ഞാൻ എടുക്കാം. ഓക്കെ, 1 സെക്കൻഡ്, സ്ലൈഡ് ഒന്ന് എടുക്കട്ടെ. യെസ്, ഓക്കെ. ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഏജിലെന്ന് പല ആൾക്കാരും അറിയുമെന്ന് ആദ്യം മനസ്സിലാക്കും. പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം മനുഷ്യന്റെ ഫീസൽ വേസ്റ്റ് ഇല്ലേ,
മനുഷ്യന്റെ വിസർജനത്തിൽ നിന്നും ന്യൂട്രീഷണൽ സപ്ലിമെന്റ് ആക്കിയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങൾ എന്ന് പല രാജ്യങ്ങളും, ഡെവലപ്ഡ് കൺട്രീസ്. ഹ്യൂമൻ വേസ്റ്റ് നിന്നും സപ്ലിമെന്റ് കഴിക്കുന്ന ആൾക്കാർ. എത്തരത്തിലുള്ള ഹ്യൂമൻ വേസ്റ്റ്? ക്വാളിറ്റി ഡയറ്റ് കഴിക്കുന്ന ആൾക്കാർ. എന്താണ് ക്വാളിറ്റി ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് വീഡിങ് എന്ന് പറയും. നമ്മൾ സാധാരണ കൃഷി ചെയ്യുന്ന മണ്ണ് എങ്ങനെയാ? വീഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മഴക്കാലത്തൊക്കെ നമുക്ക് കളകളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ടാവും. കളകളൊക്കെ ആദ്യം നശിപ്പിക്കണം, കളകളൊക്കെ ആദ്യം ഒഴിവാക്കണം, അല്ലെ? ഫെർട്ടൈൽ ലാൻഡ് ആക്കണം എന്ന് നമ്മൾ പറയും. അതേപോലെ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ എപ്പോഴും ഫെർട്ടൈൽ ആയിരിക്കണം, നമ്മുടെ ആമാശയം. അതിനുശേഷം സീഡിങ്, വിത്തുകൾ വിതയ്ക്കും, അല്ലെ? അതിനുശേഷം ഈ വിത്തുകൾ മുളയ്ക്കാൻ വേണ്ടി നമ്മൾ അതിന് വേണ്ടുന്ന പോഷകങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് പോഷകങ്ങളാണ് ദ മോസ്റ്റ് ഇന്റലിജന്റ് ഓർഗൻ ഓഫ് അവർ ബോഡി. ഇതാണ് ഗട്ട് മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആമാശയത്തിൽ ഒരുപാട് മെറ്റബോളൈറ്റ്സ് ഉണ്ട്. മെറ്റബോളൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ മലയാളീകരിച്ച് പറയാന്നുണ്ടെങ്കിൽ എന്താ പറയാ, സൂക്ഷ്മജീവികളെന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സൂക്ഷ്മജീവികൾക്ക് മലയാളത്തിൽ എന്താ പറയാന്ന് വെച്ചാൽ എനിക്കറിയില്ല. സൂക്ഷ്മജീവികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമാനായ ഓർഗൻ, നമ്മുടെ ശരീരത്തിലെ ദ ബ്രില്യന്റ് ഓർഗൻ. ഇത് ഓർഗൻ ആണ് കേട്ടോ. ഇത് ഓർഗനായിട്ട് കൺസിഡർ ചെയ്ത് അധിക കാലമൊന്നും ആയിട്ടില്ല, മേ ബി 2 or 3 years ആയിട്ടുണ്ടാവുള്ളൂ ഈ മെറ്റബോളൈറ്റ്സ് ഒക്കെ ഒരു അവയവമായിട്ട് കൺസിഡർ ചെയ്തിട്ട്. എത്ര മെറ്റബോളൈറ്റ്സ് ഉണ്ടെന്ന് അറിയാമോ? 40 ട്രില്യൺ കോടി മെറ്റബോളൈറ്റ്സ് നമ്മൾ ആമാശയത്തിലുണ്ട്. 40 ട്രില്യൺ കോടി. അതായത് നമ്മളെ ശരീരത്തിൽ മൊത്തം കോശങ്ങൾ 30 ട്രില്യൺ കോടിയാണ്. 30 ട്രില്യൺ ക്രോർസ് ആണ് നമ്മളെ ശരീരത്തിൽ മൊത്തം സെൽസ്. പക്ഷെ മെറ്റബോളൈറ്റ്സിന്റെ അളവ് 40 ട്രില്യൺ കോശങ്ങളാണ്. ശരീരത്തിന്റെ മൊത്തം കോശങ്ങളെക്കാൾ 25% ജാസ്തിയാണ്. കാരണം എന്താ? ഇവരാണ് തീരുമാനിക്കുന്നത് എന്താണ് നമ്മളെ ശരീരത്തിന്റെ ഘടന എന്ന് തീരുമാനിക്കുന്ന ഇവന്മാരാണ്. അതായത് നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ ഗട്ട് സിംബയോസിസ് ആൻഡ് ഗട്ട് ഡിസ്ബയോസിസ് എന്നൊക്കെ പറയും. സിംബയോസിസ് ഡിസ്ബയോസിസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പൊ ഒരു നാട്ടിൻപുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ഗട്ട് മെറ്റബോളൈറ്റും അല്ലെങ്കിൽ ഒരു സിറ്റി ഏരിയയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ഗട്ട് മെറ്റബോളൈറ്റ്സും അല്ലെങ്കിൽ ഒരിപ്പം ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ഗട്ട് മെറ്റബോളൈറ്റ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ശരിയല്ലേ? ഫോറസ്റ്റ് ഏരിയയിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് പിസയും ബർഗറും കൊടുത്തു നോക്കുക, അദ്ദേഹത്തിന് ദഹിക്കൂല. ഒരുപക്ഷെ നമ്മൾ അവർ കഴിക്കുന്ന പക്ക നാടൻ ഭക്ഷണം നമുക്ക് ഒരുപക്ഷെ കഴിക്കാൻ സാധിക്കില്ല. അതേസമയം നാട്ടുപുറത്ത് താമസിക്കുന്ന ഒരു വ്യക്തി ഡൽഹിയിലോ ബാംഗ്ലൂരോ ചെന്നൈയിലൊക്കെ ജോലി കിട്ടി പോയെന്ന് വിചാരിക്കും. എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ മോളെ? ഭക്ഷണമൊന്നും പോരാച്ചാ, ഒന്നും സുഖമില്ല, ശരിയില്ല, നമ്മൾ നാട്ടിലത്തെ പോലെ അല്ല എന്ന് പറയും, അല്ലെ? 2 or 3 മാസം നിന്ന് കഴിഞ്ഞാലോ പിന്നെയോ നമ്മളെ ശരീരം പൊരുത്തപ്പെട്ട്, അതായത് റൂറൽ മെറ്റബോളൈറ്റ്സിൽ നിന്നും നമ്മളെ ബോഡി അർബൻ മെറ്റബോളൈറ്റ്സിലേക്ക് എത്തി. അതായത് നമ്മളെ ശരീരത്തിന്റെ ഘടന നമ്മളെ ഡയറ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പഴയ രീതിയിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ അത്ര ഇറ്റ്സ് നോട്ട് ഈസി. പിന്നെ നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്യുന്ന സമയത്ത്, പൈസ കയ്യിൽ വരുന്ന സമയത്ത് നമ്മൾ സ്വഭാവം കൂടെ മാറുന്നുണ്ടാവും. അത് നമ്മളെ ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യുന്നുണ്ടാവും. സോ ഗട്ട് മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത് ഇവ ആയിരക്കണക്കിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റബോളൈറ്റ്സ് ഉണ്ട്. തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് മെറ്റബോളൈറ്റ്സ് ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ഡയറ്റ് നല്ല ഡയറ്റ് ആയിക്കോട്ടെ മോശം ഡയറ്റ് ആയിക്കോട്ടെ. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡറിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് ഉണ്ട്. പ്രോട്ടീൻ പൗഡറിന്റെ ട്രിപ്റ്റോഫാന്റെ കൂടെ നമ്മുടെ കുബൂസ് ഇല്ല, കുബൂസ് നമ്മള് ഗൾഫിലൊക്കെ വെറുതെ കിട്ടുന്ന സാധനം, ഏറ്റവും ചീപ്പസ്റ്റ് സോസ് എന്ന് കിട്ടുന്ന സാധനം അല്ലേ, വിശപ്പടക്കാതെ ഉപയോഗിക്കുന്ന സാധനല്ലേ. ഈ കുബൂസില് ഒരു മെറ്റബോളൈറ്റ്സ് ഉണ്ട്. ഈ ട്രിപ്റ്റോഫാനും ഈ കുബൂസിലെ മെറ്റബോളൈറ്റും പോയിട്ട് ജോയിന്റ് ആയി കഴിഞ്ഞാൽ ആർട്ടേറിയൽ ബ്ലോക്സ് ഉണ്ടാവും. ട്രിപ്റ്റോഫാൻ നല്ലതാണോ? ട്രിപ്റ്റോഫാൻ നല്ലതാ, പക്ഷെ കുബൂസുള്ള മെറ്റബോളൈറ്റ് പറ്റിച്ചു. ഈ കുബൂസിലുള്ള മെറ്റബോളൈറ്റ്സ് പോയിട്ട് ഇവൻ ഏറ്റവും കൂടുതൽ കൂട്ടു നിൽക്കുന്നത് ട്രിപ്റ്റോഫാനായിട്ടാണ്. ഇങ്ങനെ നമ്മൾ നല്ല ഡയറ്റ് കഴിച്ചതുകൊണ്ട് കാര്യമായില്ല, പ്രോട്ടീൻ പൗഡർ കഴിച്ചതുകൊണ്ട് കാര്യമായില്ല. പ്രോട്ടീൻ പൗഡറിന്റെ കൂടെ കഴിക്കുന്ന ഡയറ്റ് ഹെൽത്തി അല്ലെങ്കിൽ നമ്മളെ ബോഡിക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ഡയറ്റിൽ സപ്ലിമെന്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ധാരണ, ഞാൻ സപ്ലിമെന്റ് കഴിക്കുന്നുണ്ട് സർ, ഞാൻ ഹെൽത്തി ആണെന്നുള്ളൊരു ധാരണ പൊതുവെ എല്ലാവർക്കും ഉണ്ട്. ടോട്ടലി മാറ്റണം. കാരണം സപ്ലിമെന്റ് എല്ലാത്തിൻ്റെയും റിസൾട്ട് മാത്രം സപ്ലിമെന്റ് തരില്ല. സപ്ലിമെന്റിന്റെ കൂടെ നമ്മൾ ഡയറ്റും കൂടെ ചേഞ്ച് ചെയ്യണം എന്ന് ആദ്യം മനസ്സിലാക്കും. ഇതിനാണ് നമ്മളെ എക്സലന്റ് ആയിട്ടുള്ള നമ്മളെ സപ്ലിമെന്റ് കിടക്കുന്നത്. നമ്മുടെ
കോംബയോട്ടിക്സ്. എവിടെ പോയി? കോംബയോട്ടിക്സ് കാണുന്നില്ലല്ലോ സുരേഷ് ഭായ്. യെസ്, ഓക്കെ. കോംബയോട്ടിക്സ് ഇതിന്റെ പ്രത്യേകത, ഇന്നൊരു പക്ഷേ പല കമ്പനികളും ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ത്, പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ് ഇന്ന് പല ഐസ്ക്രീംസ് പോലും പ്രീബയോട്ടിക് ഐസ്ക്രീം, പ്രോബയോട്ടിക് ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ കോംബയോട്ടിക്സിന്റെ പ്രത്യേകത? കോംബയോട്ടിക്സിൽ 13 വൈറ്റമിൻസ് ഉണ്ട്, 11 മിനറൽസ് ഉണ്ട്. അതേപോലെ തന്നെ പ്രീബയോട്ടിക്സിന്റെ കലവറയാണ്. ഈ പ്രീബയോട്ടിക്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടുന്ന പ്രോബയോട്ടിക്സും കോംബയോട്ടിക്സിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണ് പ്രോബയോട്ടിക്സ്? പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളെ വയറ്റിന് വേണ്ടുന്ന ഗുഡ് മൈക്രോബയോംസ് ആണ്. നല്ല ബാക്ടീരിയാസ് നമ്മളെ വയറിന് ആവശ്യമായിട്ടുള്ള ഇത് 2 ക്യാപ്സ്യൂൾ അടങ്ങിയിട്ടുണ്ട് നമ്മളെ കോംബയോട്ടിക്സിൽ. ക്യാപ്സ്യൂൾ ഇൻ ക്യാപ്സ്യൂൾ ടെക്നോളജിയിലാണ് ഈ പ്രൊഡക്റ്റ് ഇറങ്ങുന്നത്. ഉള്ളിലത്തെ ക്യാപ്സ്യൂൾ കംപ്ലീറ്റും പ്രീബയോട്ടിക്സ് ആണ്. പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നല്ല ബാക്ടീരിയാസിന് വേണ്ടുന്ന തീറ്റ കൊടുക്കുക, നല്ല ബാക്ടീരിയാസിന് വേണ്ടുന്ന പോഷകാഹാരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പ്രീബയോട്ടിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല ബാക്ടീരിയാസ് വളരണം, നല്ല ബാക്ടീരിയാസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പ്രോബയോട്ടിക്സ് ആവശ്യമാണ്. അതിന്റെ കൂടെ ഇവന്മാർക്ക് വേണ്ടുന്ന ആരോഗ്യം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്ലിമെന്റ് കഴിക്കുന്നത് പോലെ തന്നെ പ്രോബയോട്ടിക്സിന് സപ്ലിമെന്റ് ആണ് ഇത്, ഈ പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഇത് വളരെ എസെൻഷ്യൽ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഗട്ട് മൈക്രോബയോംസിന്റെ കമ്മ്യൂണിക്കേഷൻ, ഈ ഗട്ട് മൈക്രോബയോംസ് ആണ് തീരുമാനിക്കുന്നത് ഈ ന്യൂട്രീഷൻ എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം, ഈ ന്യൂട്രീഷൻ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം, ഇത് എവിടെയാ ഡിസ്ട്രിബ്യൂഷൻ എങ്ങോട്ടേക്ക് പോകണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ ഗട്ട് മൈക്രോബയോംസ് ആണ്. അപ്പൊ ഇവന്മാർക്ക് വേണ്ട ന്യൂട്രീഷൻ നമുക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവന്മാർ 8ന്റെ പണി നമുക്ക് തരുന്നുണ്ടാവും. അത് ഇപ്പൊ അറിയില്ല, ഫ്യൂച്ചറിൽ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വെസ്റ്റീജിന്റെ കോംബയോട്ടിക്സ് ഉപയോഗിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാം. കാരണം ഗട്ട് ഹെൽത്ത് ക്ലിയർ അല്ലെങ്കിൽ നമ്മളെ ബോഡി ഹെൽത്ത് ഒരിക്കലും ക്ലിയർ ആവില്ല. പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകാൻ നമുക്ക് ടൈമില്ല. അതുകൊണ്ട് ഗട്ട് ഹെൽത്ത് ആദ്യം നമ്മൾ റിപ്പയർ ചെയ്തെടുക്കണം, അതിനുശേഷം മാത്രമേ ഉള്ളൂ അടുത്ത സ്ലൈഡ് എടുക്കാവോ? കോംബയോട്ടിക്സിന് അടുത്ത ഓക്കെ. ഓക്കെ. പ്രോബയോട്ടിക്സ് എന്താണ് ചെയ്യുന്നത്? സൂം മുകളിലത്തെ പേജ്. യെസ്, ഓക്കെ. പ്രീബയോട്ടിക്സ് ആൻഡ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞു. പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നല്ല ബാക്ടീരിയാസ് ആണ്, അതിന് വേണ്ടുന്ന തീറ്റയാണ് ഈ പറയുന്ന പ്രീബയോട്ടിക്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹ്യൂമൻ ഗട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇഫ് യുവർ ഗട്ട് ഈസ് ഹെൽത്തി 90% നമ്മളെ ബോഡി ഹെൽത്തി ആണെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കോംബയോട്ടിക്സിൽ പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് മാത്രമല്ല, അന്ന് പല കമ്പനികളും പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് മാത്രമായിട്ട് ഇറക്കുന്നുണ്ട്. നമ്മളത് മാത്രമല്ല, അതിന്റെ കൂടെ 13 വൈറ്റമിൻസും കൂടെ അടങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. എസെൻഷ്യൽ ആയിട്ട് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി വൈറ്റമിൻസ്, സിങ്ക്, സെലീനിയം എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. 11 8ഓളം മിനറൽസും അതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മളെ കോംബയോട്ടിക്സ്. ഒരു ദിവസം ഒരു ക്യാപ്സ്യൂളാണ് ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ അകത്തൊരു ക്യാപ്സ്യൂൾ ഉണ്ട്, 2 ക്യാപ്സ്യൂൾ ഒഴുകുന്നതിന്റെ എഫക്റ്റ് ആണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. പ്രിഫറബിളി ജസ്റ്റ് ബിഫോർ ദ ബ്രേക്ക്ഫാസ്റ്റ് ഓർ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഉടനെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് നമ്മുടെ കോംബയോട്ടിക്സ്. ഓക്കെ. ഇപ്പൊ ഇന്നത്തെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് 100 ന്യൂട്രിയൻസ് ആണ്. 100ൽ നമുക്ക് എത്ര ന്യൂട്രിയൻസ് ആയി? ഇപ്പോൾ 13 2 15 ന്യൂട്രീഷൻ. മിനറൽസ് നമ്മൾ കൂട്ടുന്നില്ല, മിനറൽസ് നമുക്ക് സെപ്പറേറ്റ് പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് പ്രോട്ടീൻ. പ്രോട്ടീൻ, വെസ്റ്റീജ് പ്രോട്ടീൻ പൗഡർ. എന്താണ് പ്രോട്ടീൻ പൗഡറിന്റെ പ്രത്യേകത? പ്രോട്ടീൻ എന്തിനു വേണ്ടി പ്രോട്ടീൻ? വൈ പ്രോട്ടീൻ? പല ആൾക്കാരുടെയും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ജിമ്മിൽ പോകുന്ന ആൾക്കാർ, ഫിസിക്കലി കൂടുതൽ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ, മസിൽ ബിൽഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതൽ പ്രോട്ടീൻ കഴിക്കേണ്ടത്. പ്രോട്ടീൻ കഴിച്ചാൽ തടിക്കും, പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിക്ക് പ്രശ്നമാണ്. എന്നോട് ജിമ്മിൽ പോകുന്ന പല ആൾക്കാർ, സാറ് പ്രോട്ടീൻ കഴിക്കാറുണ്ടോ? പ്രോട്ടീൻ കഴിക്കും. എത്ര കഴിക്കും? ഞാനൊരു 30-35 ഗ്രാംസ് എങ്കിലും പ്രോട്ടീൻ ഒരു ദിവസം. 35 ഗ്രാംസ് സാറേ, കിഡ്നി ലിവർ കടിച്ചു പോലെ സാറേ. സാറ് ക്രിയാറ്റിനൊക്കെ ചെക്ക് ചെയ്താണോ? ക്രിയാറ്റിൻ ചെക്ക് ചെയ്താണ്, 0.6 ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. പക്ഷെ പ്രോട്ടീൻ എത്ര കഴിക്കണം എന്ന് പല ആൾക്കാർക്കും അറിയില്ല. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തടിയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കഴിക്കേണ്ടത്. കാരണം എന്താ? നിങ്ങൾ അത്രയ്ക്കും ബോഡി ഫാറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ പ്രോട്ടീൻ വളരെ ആവശ്യമാണ്. കാരണം പ്രോട്ടീൻ കഴിക്കുന്നത് നമ്മളെ ബോഡീന്റെ തൂക്കത്തിനനുസരിച്ചിട്ടാണ്. നമ്മളെ പ്രോട്ടീന്റെ പ്രത്യേകത, നെക്സ്റ്റ് സ്ലൈഡ് എടുക്കാവോ? പ്രോട്ടീന്റെ ബാക്ക് ഓഫ് ദ ടീം. ഒന്ന് സൂം ചെയ്യുമോ?
നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പ്രോട്ടീനിൽ 11 അമിനോ ആസിഡ്സ് ഉണ്ട്. എന്താണ് അമിനോ ആസിഡ്സിന്റെ പ്രത്യേകത? അമിനോ ആസിഡ്സ് ആണ് ഓരോ പ്രോട്ടീന്റെ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് ആണ്. ഇംഗ്ലീഷിൽ 26 അക്ഷരങ്ങളുണ്ട്. 26 അക്ഷരങ്ങൾ ഉപയോഗിച്ച് എത്ര വാക്കുകൾ ഉണ്ടാക്കാം? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വാക്കുകൾ ഉണ്ടാക്കാം. അതേപോലെ തന്നെ 22 അമിനോ ആസിഡ്സ് ഉണ്ട്. അതിൽ ഏകദേശം ഒരു 10-11 വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ 10-11 അമിനോ ആസിഡ്സിന്റെ കോമ്പിനേഷൻ പാക്കേജ് ആയിട്ടാണ് നമ്മൾ വെസ്റ്റീജ് എടുത്തിട്ടുള്ളത്. സോ ഓരോ അമിനോ ആസിഡിന്റെ കോമ്പിനേഷൻ ഓരോന്നുണ്ടാകും. ഇപ്പോൾ ട്രിപ്റ്റോഫാൻ കമ്പൈൻഡ് വിത്ത് മെഥിയോനൈൻ നിങ്ങളെ ലിവറിന് ഏറ്റവും ബെസ്റ്റ് ആണ്. വാലൈൻ BCAA എന്ന് പറയും. വാലൈൻ, ലൂസിൻ, ഐസോലൂസിൻ ഒക്കെ BCAA ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് എന്ന് പറയും. ഈ ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ് ഒക്കെ മസിൽ ഡെവലപ്മെന്റിന് ഏറ്റവും ബെസ്റ്റ് ആണ്. എന്തുകൊണ്ട് മസിൽ ഡെവലപ്പ് ചെയ്യണം? മസിൽ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്താ? സോ ഒരു കാര്യം മനസ്സിലാക്കുക, ഗ്ലൂക്കോസിന്റെ സ്ലൈഡ് ഇടാവോ? ഇൻടോളറൻസിന്റെ. ഏത് സ്ലൈഡാണ്? ഞാനിടാം. ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടില്ലെന്ന് തോന്നുന്നത് എനിക്ക്. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. വൈ മസിൽ ഡെവലപ്മെന്റ്സ്? നമ്മളെ ബോഡിയിലെ ഏറ്റവും വലിയ മെറ്റബോളിക് ഓർഗൻ എന്ന് പറയുന്നത് മസിൽസ് ആണ്. ഇത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഏറ്റവും ഹെവിയസ്റ്റ് മെറ്റബോളിക് ഓർഗൻ ഈസ് മസിൽസ്. എന്തുകൊണ്ട് മസിൽ ഡെവലപ്മെന്റ് ആവശ്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥിതിയിലേക്ക് എത്താതിരിക്കാൻ മസിൽ ഡെവലപ്മെന്റ് ആവശ്യമാണ്. സെൽസിന് എന്താ വേണ്ടത്? സെൽസിന് ഗ്ലൂക്കോസ് ആവശ്യമാണ്. ഗ്ലൂക്കോസ് എങ്ങനെയാണ് കിട്ടുന്നത്? ഗ്ലൂക്കോസ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് കിട്ടുന്നത്. ഈ ഗ്ലൂക്കോസ് എങ്ങനെയാ സെൽസിലേക്ക് എത്തുന്നത്? ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻസുലിൻ ആണ്. ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിന്റെ വാഹകൻ. കാരിയർ ഓഫ് ഗ്ലൂക്കോസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്താ ചെയ്യുന്നത്? ഈ ഗ്ലൂക്കോസിനെ അതാത് കോശങ്ങളിലേക്ക് എത്തിക്കും. കോശത്തിന്റെ പുറത്ത് ഇൻസുലിൻ ആണ് വന്നത് എന്നുള്ളത്, സൗണ്ട് കുറവാണോ? കോശത്തിന്റെ പുറത്ത് ഇൻസുലിൻ ആണോ വന്നത് എന്ന് മനസ്സിലാക്കാൻ എല്ലാ കോശത്തിന്റെ പുറത്തും ഒരു റിസപ്റ്റാസ് ഉണ്ട്. ആ റിസപ്റ്റേഴ്സ് ആണ് ഈ ഇൻസുലിനെ തിരിച്ചറിയുന്നത്. ഈ ഇൻസുലിനെ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇൻസുലിൻ കൊണ്ടുവന്ന ഗ്ലൂക്കോസിനെ കോശത്തിനകത്തേക്ക് പ്രവേശിക്കുള്ളൂ. ഇതാണ് നമ്മൾ നടക്കുന്നത്. ഇതിനെയാണ് ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഒരു 5-6 ടെർമിനോളജീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ടെർമിനോളജി ശരിക്കും മനസ്സിലാക്കണം. അതാണ് സുധീർ സാറ് പറഞ്ഞത് ബുക്കും പേനയും നിർബന്ധമായിട്ടും കയ്യിലുണ്ടാവണം എന്നുള്ളത്. ഗ്ലൂക്കോസ് മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ പ്രോസസ്സില്ലേ, നമ്മൾ കഴിക്കുന്ന ആഹാരം കോശങ്ങളുടെ ഉള്ളിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇന്നത്തെ ഡിസീസസ്, ഇന്ന് കാണുന്ന ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലം, ക്യാൻസർ, സ്ട്രോക്ക്, ആർത്രൈറ്റിസ്, ഇന്ന് കാണുന്ന ഡിസീസ് എല്ലാം മെറ്റബോളിക് സിൻഡ്രോം ആണ്. പുവർ മെറ്റബോളിസം ആണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പുവർ മെറ്റബോളിസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇന്ന് കഴിക്കുന്ന വൈറ്റ് ഫുഡാണ്. വൈറ്റ് ഫുഡ് നമ്മൾ കഴിയുന്നതും കുറയ്ക്കേണ്ട ആവശ്യമാണ്. ഈ വൈറ്റ് ഫുഡ് കൂടുതൽ കഴിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ കോശങ്ങൾക്ക് ഇൻസുലിനോടുള്ള അഫിനിറ്റി കുറയും. ഇപ്പൊ എല്ലാ ദിവസവും രാഘവം വന്നിട്ട് വെൽനസ് മീറ്റിംഗ് നടത്തിയ ആളുണ്ടാവുമോ? ആരും ഉണ്ടാവില്ല. എല്ലാ ദിവസവും ജ്യോതി സാർ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന കേൾക്കാൻ ആളുണ്ടാവുമോ? ഇല്ല. ജ്യോതി സാറൊക്കെ മാസത്തിൽ ഒരു ദിവസം അല്ലെ 2 മാസത്തിൽ ഒരിക്കലേക്കാണ് വരിക. ആ സമയത്ത് എന്താ സംഭവിക്കുക? നമ്മൾ കുറച്ചുകൂടെ റിസപ്റ്റീവ് ആവും. അതേപോലെ തന്നെ നമ്മൾ ഈ ഗ്ലൂക്കോസ് കഴിച്ച് ഈ വൈറ്റ് ഫുഡ് കഴിച്ച് സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോശങ്ങൾക്ക് മടുത്ത് ഈ ഇൻസുലിനോട് എന്താ പറയുക, ഒരു വിരക്തി തോന്നും. ഇത് എന്ന് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം രാത്രി റെസ്റ്റ് ഇല്ലാതെ നമ്മൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എന്താ സംഭവിക്കുക? ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തും. പ്രമേഹ രോഗിയാവാനുള്ള വണ്ടിയിൽ ബസ്സിൽ കയറി ഇരുന്നൊരവസ്ഥ. ഈ ബസ് എത്തുന്ന സമയത്ത്, ബസ് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ പ്രമേഹ രോഗിയാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ പ്രീ ഡയബറ്റിക്കിലേക്ക് എത്തിയാൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തും. ഒരു പ്രൊമോഷൻ കൂടെ കിട്ടും, ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയും. എന്താണ് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങൾക്ക് ഇൻസുലിനോട് വിരക്തി തോന്നി തുടങ്ങി കഴിഞ്ഞ് സംഭവിക്കുക, രക്തത്തിൽ ഗ്ലൂക്കോസും കൂടും, ഇൻസുലിനും കൂടും. ഗ്ലൂക്കോസ് കൂടിയാൽ ക്ഷീണം കൂടും, ഇൻസുലിൻ കൂടിയാൽ
ഇൻസുലിൻ സ്റ്റോഴ്സ് മോർ ഫാറ്റ്. കൂടുതൽ കൊഴുപ്പിനെ കളക്ട് ചെയ്ത് സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നത് പോലെ ഹോബിയാക്കി വെക്കുന്ന ഒരു ആശാനാണ് ഇൻസുലിൻ. ഇൻസുലിന് കൊഴുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇൻസുലിൻ കൂടുന്നു എന്നുള്ള ലക്ഷണമാണ് നിങ്ങൾക്ക് ബോഡി ഫാറ്റ് വർദ്ധിക്കാൻ തുടങ്ങും. ഒരു 20 വയസ്സ് 25 വയസ്സ് വരെയൊക്കെ നമുക്ക് വലിയൊരു ബോഡി ഫാറ്റ് ഉണ്ടാവില്ല. അതിനുശേഷം നമ്മൾ ബോഡി ഫാറ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ ഒരു ലക്ഷണം നിങ്ങൾ ഇൻസുലിൻ പോയിട്ട് ചെക്ക് ചെയ്യുക. എല്ലാവരും ഷുഗർ ചെക്ക് ചെയ്യും, HbA1c ചെക്ക് ചെയ്യും, ലിപ്പിഡ് പ്രൊഫൈൽ ഒക്കെ ചെക്ക് ചെയ്യും. പക്ഷെ ഇന്നേ വരെ ഫാസ്റ്റിംഗിൽ ഇൻസുലിൻ ചെക്ക് ചെയ്യുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എവറി 3 months ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യുന്ന ആളാണ്. നിർബന്ധമായിട്ടും ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യണം. ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് അല്ല, ഫാസ്റ്റിംഗ് ഇൻസുലിൻ. ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് സംഭവിക്കുക എന്താ? ഗ്ലൂക്കോസിനെയും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും, ഇൻസുലിനെയും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ശരീരം എത്തും, ഗ്ലൂക്കോസിനെയും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും. സംഭവിക്കുക എന്താ? മൊത്തം നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിക് സിൻഡ്രോം താറുമാറാവും. ശരീരത്തിന്റെ മെറ്റബോളിക് സിൻഡ്രോം മൊത്തം താറുമാറായി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഒരു പ്രമേഹ രോഗിയായിട്ട് മാറുന്നത്. ഈ പ്രോസസ്സിലൂടെയാണ് പല ആൾക്കാരും കടന്നു പോയിട്ട് പ്രമേഹത്തിലേക്ക് എത്തുന്നത്. അത് ചിലപ്പോൾ ഒരു പക്ഷെ 30ാമത്തെ വയസ്സിലാവാം, 40, 50, 60 ആവാം, പറയാൻ പറ്റില്ല. എനിവേ വി ആർ ഓൾ ട്രാവലിംഗ് ത്രൂ ദിസ് പ്രോസസ്. ഇതിൽ ഏത് ഘട്ടത്തിലേക്ക് നിങ്ങൾ എത്തി എന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബോഡി സ്ട്രക്ചറും നിങ്ങളെ ഫാറ്റ് ഡെപ്പോസിറ്റും നിങ്ങളെ സ്കെലിറ്റൽ മസിൽസും നിങ്ങളെ HbA1cയും നിങ്ങളെ ഇൻസുലിനും ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഏത് സ്റ്റേജിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വെറും ഷുഗർ മാത്രം ചെക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഡയബറ്റിക് അല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് എങ്ങനെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് മാത്രം ക്രമീകരിക്കാം എന്ന് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പ്രമേഹത്തിന്റെ ഒരു ലക്ഷണം മാത്രമാണ് എന്ത്? പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുക, ഗ്ലൂക്കോസ് ലെവൽ വർദ്ധിക്കുക എന്നുള്ളത്. അതൊരു സിംറ്റം മാത്രമാണ്. അപ്പൊ നമ്മൾ പ്രമേഹത്തെ അല്ല ചികിത്സിക്കുന്നത്, പ്രമേഹത്തിന്റെ ലക്ഷണത്തെയാണ് ചികിത്സിക്കുന്നത്. അതുകൊണ്ടാണ് പ്രമേഹ രോഗി ചാവുന്നത് വരെ, മരിക്കുന്നത് വരെ പ്രമേഹ രോഗിയായിട്ട് തന്നെ മരിക്കുന്നത്. കാരണം വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺലി ഓൺ ദ സിംറ്റംസ്, നോട്ട് ദ ഡിസീസ്. അപ്പം നമ്മളിവിടെ പറയാറുണ്ട് സൈഡ് എഫക്റ്റുകളെ കുറിച്ച്. ആരോഗ്യം തിരിച്ചു വന്നാൽ അസുഖം സൈഡ് എഫക്റ്റ് ആയിട്ട് തിരിച്ചു പോകുന്ന കൺസെപ്റ്റിലേക്കാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു അസുഖം വന്ന് വേറൊന്നിന്റെ സൈഡ് എഫക്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആരോഗ്യത്തെ തിരിച്ചു വിളിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ അറിയോ? ഈ പ്രോസസ്സ് നടക്കാതിരിക്കണമെങ്കിൽ, ഈ പ്രോസസ്സിനെ റെസ്ട്രിക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സംഭവിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ മസിൽസിനെ ഡെവലപ്പ് ചെയ്യണം. മസിൽസിനെ ഡെവലപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് നിങ്ങൾ ഡംബൽ എടുക്കാനല്ല പറയുന്നത്. നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ മസ്കുലർ ആക്ടിവിറ്റിക്ക് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സസൈസ് വളരെ ആവശ്യമാണ്. വെറുതെ നിങ്ങളൊരു 5 ട്രെഡ്മിൽ സ്പീഡിൽ അല്ലെങ്കിൽ 4 ട്രെഡ്മിൽ സ്പീഡിൽ വെറുതെ രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോയിട്ട് കാര്യമില്ല. നടക്കുന്നുണ്ടെങ്കിൽ സ്പീഡായിട്ട് നടക്കുക, ലേശം കുറച്ച് ഓടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ഒരു 6.5, 7 ട്രെഡ്മിൽ സ്പീഡിലൊക്കെ നിങ്ങൾ ഓടാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഒരു 100 മീറ്റർ ഓടുക, ഒരു 100 മീറ്റർ നടക്കുക, ഒരു 200 മീറ്റർ ഓടുക, ഒരു 50 മീറ്റർ നടക്കുക. അങ്ങനെ പയ്യെ നമുക്ക് നമ്മളെ എന്താ പറയാ മസിൽ സ്ട്രെയിൻസ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. കാരണം മസിൽസിനാണ് ഏറ്റവും കൂടുതൽ എക്സസ് ആയിട്ട് ഗ്ലൂക്കോസിന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത്. ഈ മസിൽസിനെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസോടൊപ്പം തന്നെ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പ്രോട്ടീൻ പൗഡർ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. പ്രോട്ടീൻ പൗഡർ എത്ര ഉപയോഗിക്കാം? നമുക്കൊരു 20 ഗ്രാംസ് 25 ഗ്രാംസ്, ഞാനൊരു 30-35 ഗ്രാംസ് വരെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ഇന്നൊരു വെയിറ്റ് ഗെയിനിങ് ട്രെയിനിങ്ങിലാണ്, വെയിറ്റ് ഷെഡിങ് ട്രെയിനിങ്ങിലല്ല. വെയിറ്റ് ഗെയിനിങ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മാസ് ഡെവലപ്പ് ചെയ്യുക, സ്കെലിറ്റൽ മസിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ ഫാറ്റ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതല്ല. ഫാറ്റ് കുറയ്ക്കുക, മാസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ട്രെയിനിങ്ങിലാണ് ഞാൻ കൂടുതലായിട്ട് ഞാൻ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രോട്ടീൻ പൗഡർ ആർക്കൊക്കെ ഉപയോഗിക്കാം? നമ്മൾ പ്രോട്ടീൻ പൗഡറിന്റെ പ്രത്യേകത 82% പ്രോട്ടീൻ. ജിമ്മിൽ അവരെനിക്ക് റെക്കമെൻഡ് ചെയ്ത പ്രോട്ടീൻ വെറും 76% പ്രോട്ടീനാണ്. ഞാൻ 13 കൊല്ലം പ്രവർത്തിച്ച ഒരു മൾട്ടിനാഷണൽ കമ്പനി, 95 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി, അവർ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോട്ടീനിൽ സോയ പ്രോട്ടീനാണ്, സെയിം ആണ്. പക്ഷെ അവർ റെക്കമെൻഡ് ചെയ്ത പ്രോട്ടീനിൽ 80% പ്രോട്ടീനാണ്. പക്ഷെ നമ്മുടെ പ്രോട്ടീനിൽ 82%, 82% പ്രോട്ടീൻ നമ്മൾ പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഫാറ്റ് ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ടേസ്റ്റ് ഇല്ല, സ്മെല്ലില്ല, ഫ്ലേവർ ഇല്ല, ഫ്രാഗ്രൻസ് ഇല്ല, ഒന്നുമില്ല. അതിൽ അടങ്ങിയിട്ടുള്ളത് 11 അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഓരോ അമിനോ ആസിഡ്സിനും ഓരോ ദൗത്യമുണ്ട്. ഇതിനെ കൂടുതൽ സംസാരിക്കുന്നില്ല. അതിന്റെ മെയിൻ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റോ ഈസ്ട്രോജൻ ഏറ്റവും എഫക്റ്റീവ് ആണ്.
അതേപോലെ തന്നെ പ്രീ മെൻസ്ട്രൽ പോസ്റ്റ് മെൻസ്ട്രൽ ലേഡീസിന് ഏറ്റവും എഫക്റ്റീവ് ആണ്. പ്രഗ്നൻസി ടൈമിൽ ലാക്ടേഷൻ ടൈമിൽ വളരുന്ന കുട്ടികൾ പ്രീ സർജറി പോസ്റ്റ് സർജറി അതേപോലെ തന്നെ അതിൽ ജെനിസ്റ്റിൻ എന്ന് പറഞ്ഞൊരു കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. സോയ് ഐസോഫ്ലേവോൺസിന്റെ ഐസൊലേറ്റ് ഫോം ആണ്, വിച്ച് ഇസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് പ്രോട്ടീൻ ആണ്. പ്യൂറസ്റ്റ് ഫോം ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റ് ഫോം ആണ്. ഐസൊലേറ്റ് ഫോമിലെ പ്രോട്ടീനിലാണ് ഈ പറയുന്ന ഐസോഫ്ലേവോൺസ് എക്സ്ട്രാക്റ്റിലൂടെ വാട്ടർ എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്, വെള്ളം ഉപയോഗിച്ച് പ്രോട്ടീൻ വേർതിരിച്ചെടുത്താലേ അതിന്റെ പ്രോട്ടീൻ കണ്ടന്റ് നഷ്ടപ്പെടുത്താതെ കണ്ട് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതിന്റെ ന്യൂട്രീഷണൽ കണ്ടന്റ് അതേപോലെ നിലനിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ വാട്ടർ എക്സ്ട്രാക്ഷൻ പ്രോസസ്സിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. നമ്മളിലുള്ളത് സോയ പ്രോട്ടീൻ പ്ലസ് മിൽക്ക് പ്രോട്ടീൻ പ്ലസ് വേ പ്രോട്ടീൻ, മൂന്നിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് നമ്മളെ പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിട്ടുള്ളത്. ജെനിസ്റ്റീൻ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആന്റി ക്യാൻസറസ് ആണ്. എനി ടൈപ്പ് ഓഫ് ക്യാൻസർ, റെക്ടൽ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ റെസ്ട്രിക്ട് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ ലിവർ ക്യാൻസർ, എനി ടൈപ്പ് ഓഫ് ക്യാൻസർ റെസ്ട്രിക്ട് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ്. ഫൈറ്റോ ഈസ്ട്രോജൻസ് സ്ത്രീകൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആണ്. അതേപോലെ തന്നെ ജെനിസ്റ്റീന് ഹാർട്ട് ഡിസോർഡേഴ്സിനൊക്കെ എഫക്റ്റീവ് ആണ്. കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, LDL ഓക്സിഡേഷൻ തടയുന്നുണ്ടാവും, അതേപോലെ തന്നെ ഹാർട്ട് ബ്ലോക്ക് അതെറോസ്ക്ലെറോട്ടിക് ബ്ലോക്കിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ടാവും. പൂരിത സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. മെനോപോസൽ സ്ത്രീകൾക്ക് നല്ലതാണ്. മാസ്, ബോൺ മിനറൽ ഡെൻസിറ്റി, ബോൺ മാസിനൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട്, മസിൽ മാസ് ഡെവലപ്പ് ചെയ്യാനായിട്ടൊക്കെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇഫ് യു ആർ അണ്ടർഗോയിങ് എനി ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് കീമോതെറാപ്പിയോ സർജറിയോ റേഡിയേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും നമുക്ക് പ്രോട്ടീൻ സപ്പോർട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. ജെനിസ്റ്റീൻ ഇസ് വെരി ഗുഡ് ആന്റി ക്യാൻസറസ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ക്യാൻസറസ് ആണ് ജെനിസ്റ്റീൻ. നല്ല സെൽസിനെ റീപ്ലേസ് ചെയ്യും. ഇറ്റ് കിൽസ് ക്യാൻസർ സെൽസിനെ കൊല്ലാനും ഏറ്റവും എഫക്റ്റീവ് ആണ്. ആന്റി കാർസിനോജനിക് എഫക്റ്റ് അതിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ പലതരത്തിലുള്ള അമിനോ ആസിഡ്, ചില അമിനോ ആസിഡ് ലിവറിന് സപ്പോർട്ടീവ് ആണ്, ഇതിൽ ചില അമിനോ ആസിഡ് കിഡ്നി സപ്പോർട്ടീവ് ആണ്, മസിൽ സപ്പോർട്ടീവ് ആണ്, എനർജി ബൂസ്റ്റേഴ്സ് ആണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡറിൽ ജെന്യുവൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്, ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. മെയിൻ ആയിട്ട് നമുക്കുള്ളത് പ്രോട്ടീൻ പൗഡറിൽ 16 ന്യൂട്രീഷൻ കണ്ടന്റ് പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിട്ടുണ്ട്. കോംബയോട്ടിക്സിൽ ഏകദേശം 15 ന്യൂട്രീഷൻ വാല്യൂ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ പൗഡറിൽ നമുക്ക് 16 ന്യൂട്രീഷൻ വാല്യൂ അടങ്ങിയിട്ടുണ്ട്. തേർഡ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് പ്രൊഡക്റ്റ് ആണ് ക്രിൽ ഓയിൽ. ക്രിൽ ഓയിൽ പല ആൾക്കാരും ഉപയോഗിക്കാൻ പേടിക്കുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിൽ ഓയിലിന്റെ വില കേട്ടിട്ട്, അല്ലെ? ക്രില്ലിന്റെ വില കേട്ടിട്ടാണ് പല ആൾക്കാരും ഉപയോഗിക്കാൻ പേടിക്കുന്നത്. എന്താണ് ക്രില്ലിന്റെ പ്രത്യേകത? നമ്മുടെ ക്രില്ലിന്റെ പ്രത്യേകത എന്താണ്? ഒമേഗ 3ന്റെ പ്രത്യേകത. പല ആൾക്കാരും, ഇപ്പൊ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഒമേഗ 3നെ കുറിച്ച് പല ആൾക്കാരും അറിയാത്ത ആൾക്കാരുണ്ട്. വാട്ട് ഈസ് ഒമേഗ 3? ഒമേഗ 3 ഈസ് ഗുഡ് ഫാറ്റ്. നല്ല കൊഴുപ്പാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. നല്ല കൊഴുപ്പ്, ബോഡിക്ക് വേണ്ട ഗുഡ് ഫാറ്റ് ആണ് ഒമേഗ 3 നമുക്ക് ബേസിക്കലി നമുക്ക് തരുന്നത്. നമ്മുടെ ഒമേഗ 3ന്റെ പ്രത്യേകത ഹയസ്റ്റ് സോഴ്സ്, ഞാൻ പറയാന്നുണ്ടെങ്കിൽ വെസ്റ്റീജിൽ തന്നെ ഒരുപക്ഷെ യു കൺട്രോള്, ക്രിൽ ഓയില്, പ്രോട്ടീൻ പൗഡർ, പ്രൈം കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സ്, എല്ലാം ദ ഹയസ്റ്റ് ക്വാളിറ്റിയാണ്. THE ഹൈലൈറ്റ് ചെയ്യണം. ദ ഹയസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മളെ ഒമേഗ 3 വരുന്നത്. പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്ന രീതി ഒരാൾ ഡൗട്ട് ചോദിച്ചു. പ്രോട്ടീൻ പൗഡർ രാവിലെ 10 ഗ്രാം, വൈകിട്ട് 10 ഗ്രാം സ്റ്റാൻഡേർഡ് ഡോസ് ആയിട്ട് ഉപയോഗിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ബോഡി വെയിറ്റ് കൂടെ നോക്കണം. അത് നമുക്ക് പേഴ്സണലായിട്ട് അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ പേഴ്സണലായിട്ട് അവരായിട്ട് ചാറ്റ് ചെയ്തിട്ട് വേണം അതിന്റെ ഡോസേജ് നമുക്ക് തീരുമാനിക്കാം. സ്റ്റാൻഡേർഡ് ഡോസ് ഒരു 20 grams ആണ് സ്റ്റാൻഡേർഡ് ഡോസ്. ഡിപ്പെൻഡ്സ്. ഇപ്പോൾ ഡയാലിസിസ് എടുക്കുന്ന പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഡോസ് ചിലപ്പോൾ കുറയ്ക്കേണ്ടി വരും. ലിവർ സിറോസിസ് ഒക്കെ ആണെങ്കിൽ സേഫ് ആയിട്ട് 20 grams ഒക്കെ സേഫ് ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. പ്രശ്നമൊന്നുമില്ല, സേഫ് ആണ്. 98% ഡൈജസ്റ്റബിലിറ്റി നമ്മളെ പ്രോട്ടീൻ പൗഡറിൽ അടങ്ങിയിട്ടാണ്. ദഹന സംബന്ധമായുള്ള പ്രശ്നങ്ങളോ ഗ്യാസ്ട്രിക്കോ ഹാർട്ട് ബേണോ കോൺസ്റ്റിപ്പേഷനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ക്രില്ലിന്റെ പ്രത്യേകത എന്താണെന്നറിയും? നമ്മളെ ക്രില്ലിന്റെ പ്രത്യേകത അന്റാർട്ടിക് ക്രില്ലാണ്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ഒമേഗ 3 സെർച്ച് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ലേ? ഒമേഗ 3 ഒക്കെ ഷോപ്പ് ചെയ്ത് ഇതൊക്കെ കേട്ടിട്ട് ഒമേഗ 3 ഞാൻ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ എടുത്ത് നോക്കട്ടെ ഏതൊക്കെ കമ്പനികൾ ഉണ്ട്. ഇഷ്ടംപോലെ കമ്പനികൾ കാണാം. 350 രൂപ മുതൽ 6700, 9800, 10,000 രൂപ വരെയൊക്കെ ഒമേഗ 3 കാണാം. നമ്മൾ ഏകദേശം ഒരു മീഡിയം റേഞ്ചിൽ പിടിക്കും, അല്ലെ? 350 വേണ്ട,
ഒരു 600-700 റേഞ്ചിൽ ഏതെങ്കിലും ഒമേഗ 3 ഉണ്ടോ നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഡിറ്റർമിൻസ് ഫസ്റ്റ്. നമ്മൾ ഉപയോഗിക്കേണ്ട റീസൺ എന്താ? ക്വാളിറ്റി. സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ക്വാളിറ്റി സപ്ലിമെന്റ്സ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് പേ ബാക്ക് ചെയ്യും, നമുക്ക് തിരിച്ച് അടി കിട്ടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള എന്താ പറയുക ഫാറ്റ് സപ്ലിമെന്റ്സ് എല്ലാം ഹയസ്റ്റ് ക്വാളിറ്റി തന്നെ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ബോഡിയിൽ കൂടാൻ സാധ്യതയുണ്ട്. സൈഡ് എഫക്റ്റുകളായിട്ട് വേറെ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. നമ്മളത് പ്യൂറസ്റ്റ് ക്വാളിറ്റി ഇനി കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും 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 പ്യൂറസ്റ്റ് ക്വാളിറ്റി ഒമേഗ 3 ആണ് നമ്മൾ ഒമേഗ 3 ക്രില്ല്. ക്രില്ലിന്റെ പ്രത്യേകത ഇതിന്റെ മുന്നേ ഇപ്പൊ ക്രില്ല് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-12 കൊല്ലമായിട്ടുള്ളൂ ക്രിൽ ഫിഷിലൂടെ ഒമേഗ 3 എക്സ്ട്രാക്ട് ചെയ്യാൻ പല കമ്പനീസും സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിന് മുന്നേ സാൽമൺ, ലോബ്സ്റ്റർ പോലത്തെ വലിയ വലിയ ഫിഷിൽ നിന്നൊക്കെയാണ് ഒമേഗ 3 എക്സ്ട്രാക്ട് ചെയ്തിരുന്നത്. ദാറ്റ് ടു ഫ്രം അന്റാർട്ടിക് ഓഷൻ തന്നെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അന്റാർട്ടിക്കന്റെ ഏറ്റവും വലിയ പ്രത്യേകത പൊല്യൂഷൻ ഇല്ല, കണ്ടാമിനേഷൻ ഇല്ല, വാട്ടർ കണ്ടാമിനേഷൻ ഇല്ല, എയർ പൊല്യൂഷൻ ഇല്ല, വേസ്റ്റേജ് ഇല്ല, അല്ലെ? അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ മനുഷ്യവാസങ്ങൾ വളരെ 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 കുറവാണ്. ഭൂമിന്റെ ഒരു 1/3 കിടക്കുന്നത് അന്റാർട്ടിക്കയിലാണ്. പക്ഷെ ഒരു പക്ഷേ നമ്മൾ ജീവിക്കുന്ന വില്ലേജിന്റെ അത്ര പോലും പോപ്പുലേഷൻ അന്റാർട്ടിക്കയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് പൊല്യൂഷൻ തീരെ ഇല്ല. അവിടെ കൃഷി നടക്കില്ല, കാരണം ഐസാണ്. സോയിലൊന്നും കാണില്ല. വർഷത്തിൽ 30-40 ദിവസം മണ്ണ് കണ്ടാലായെന്ന് മാത്രം. അവർ മെയിൻ ആശ്രയം എന്ന് പറയുന്നത് ഫിഷാണ്. ഫിഷ് ഓയിലാണ് അവരുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത്. ഈ സാൽമന്റെ പ്രത്യേകത, സാൽമൺ ഫിഷിന്റെ പ്രത്യേകത, സാൽമണിലായിരുന്നു ഒമേഗ 3 റിച്ചസ്റ്റ് സോഴ്സ്. സാൽമന്റെ ഏറ്റവും വലിയ പ്രത്യേകത, സാൽമന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് ക്രില്ല. സാൽമൺ ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്ന ക്രില്ല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സാധനമില്ല, ഈ ബൗള്, ഇത് പിക്ചറിൽ കാണാൻ പറ്റും. ബൗള് കംപ്ലീറ്റ് ക്രില്ല. അപ്പൊ സാൽമൺ ഇസ് എ വെരി ബിഗ് ഫിഷ്. ഇപ്പൊ സാൽമന്റെ ഒരൊറ്റൊരു കൺസംഷനിൽ ലക്ഷക്കണക്കിന് ക്രില്ലാണ് ആ സാധനം കൺസ്യൂം ചെയ്തത്. അപ്പൊ സാൽമണിൽ ഏറ്റവും കൂടുതൽ ഒമേഗ 3 വരാനുള്ള കാരണം ക്രില്ലാണെന്ന് കണ്ടെത്തിയ സമയത്ത് ക്രില്ലിലാണ് ഏറ്റവും കൂടുതൽ ഒമേഗ 3 ഉണ്ടെന്ന് മനസ്സിലായത്. കമ്പനീസ് എല്ലാം ക്രില്ലിൽ നിന്നും ഡയറക്റ്റ് ഒമേഗ 3 എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങി. വൈ? ബിക്കോസ് ക്രിൽ ഒമേഗ 3യിലെ പ്രത്യേകത, ഇതിൽ ഫോസ്ഫോലിപ്പിഡ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ അസ്റ്റാക്സാന്തിൻ എന്ന് പറയുന്ന ഒരു ന്യൂട്രീഷൻ കണ്ടന്റ് ക്രിൽ ഫിഷിൽ അടങ്ങിയിട്ടുണ്ട്. വാട്ട് ഈസ് ഫോസ്ഫോലിപ്പിഡ്സ്? ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബയോ എഫിക്കസി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫോസ്ഫോലിപ്പിഡ് എക്സ്ട്രാക്ട് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഫോസ്ഫോലിപ്പിഡ്സ് ആൻഡ് അസ്റ്റാക്സാന്തിൻ. അത് മറ്റേ സ്ലൈഡാണ്. ആ സ്ലൈഡ് ഒന്ന് എടുക്കാവോ സുധീഷ് ജി? ഫോസ്ഫോലിപ്പിഡ്സ് ഹോറിസോണ്ടൽ ആയതുകൊണ്ടാണ്, വെർട്ടിക്കൽ ആയ കറക്റ്റ് ആയിട്ട് കാണുമായിരുന്നു. ഓക്കെ, അസ്റ്റാക്സാന്തിൻ ആൻഡ് ഫോസ്ഫോലിപ്പിഡ്സ്. ഫോസ്ഫോലിപ്പിഡ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് പോയിന്റ്. അസ്റ്റാക്സാന്തിൻ ഇസ് വെരി പവർഫുൾ ആന്റി ഓക്സിഡന്റ്. ഫോസ്ഫോലിപ്പിഡ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ബയോ എഫിക്കസി എന്ന് പറഞ്ഞാൽ നല്ല അബ്സോർപ്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം വർദ്ധിപ്പിക്കാനായിട്ട് കൊടുക്കുന്നതാണ് ഫോസ്ഫോലിപ്പിഡ്സ്. ഇത് പ്യൂറസ്റ്റ് ക്വാളിറ്റി ഒമേഗ 3 മാത്രമേ ഫോസ്ഫോലിപ്പിഡ് ഉണ്ടാവുള്ളൂ. നിങ്ങൾ 750-2000 രൂപയ്ക്ക് സെർച്ച് ചെയ്യുന്ന ഒമേഗ 3 ഈ ഫോസ്ഫോലിപ്പിഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല. പിന്നെ ആസ്റ്റാക്സാന്തിൻ ആണ് നമ്മുടെ ക്രിൽ ഓയിലിന്റെ എന്താ പറയാ വിരാട് കോഹ്ലി എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ ടീമിൽ ഇപ്പൊ വിരാട് കോഹ്ലി ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? അതേപോലെയാണ് ക്രിൽ ഓയിലിൽ ആസ്റ്റാക്സാന്തിൻ ഇല്ലാത്തത്. ആസ്റ്റാക്സാന്തിൻ ഇസ് എ വെരി വെരി പൊട്ടൻഷ്യൽ കാരറ്റനോയിഡ്സ്. ബീറ്റാ കരട്ടീനേക്കാൾ 100 മടങ്ങ് 10 to 100 ടൈംസ് ഇതില് കാരറ്റനോയിഡ്, കിങ് ഓഫ് കാരറ്റനോയിഡ്സ് എന്നാണ് ആസ്റ്റാക്സാന്തിൻ അറിയപ്പെടുന്നത്. കാരറ്റനോയിഡ്സ് നമുക്കറിയാം, ബീറ്റാ കരോട്ടീനേക്കാളും ഹൈ റിച്ച്ഡ് ആണ് കാരറ്റനോയിഡ്സ്. കാരറ്റനോയിഡ്സ് നമുക്കറിയാം ആന്റി ക്യാൻസറസ് ആണ്, ഹാർട്ട് ഡിസോർഡേഴ്സിന് റെസ്ട്രിക്ട് ചെയ്യും, സ്കിന്നിന് നല്ലതാണ്, ഹെയറിന് നല്ലതാണ്, ജോയിന്റ്സിന് നല്ലതാണ്, ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സിന് റെസ്ട്രിക്ട് ചെയ്യും, ഗട്ട് ഹെൽത്തിന് എഫക്റ്റീവ് ആണ്, ദെൻ ലിപ്പിഡ് പ്രൊഫൈലിനെ കൺട്രോൾ ചെയ്യാൻ എഫക്റ്റീവ് ആണ്. ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ലിവർ, വളരെ പവർഫുൾ ആണ്. ആസ്റ്റാക്സാന്തിൻ ഇസ് വെരി ഗുഡ് ഫോർ ലിവർ ഡീടോക്സിഫിക്കേഷൻ, വളരെ എഫക്റ്റീവ് ആണ്. വെരി സേഫ് ഫോർ കിഡ്നീസിന് വളരെ സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന കൂടിയാണ് നമ്മൾ ആസ്റ്റാക്സാന്തിൻ. ഇതിന്റെ
അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിൽ ഫോസ്ഫോലിപ്പിഡ് അടങ്ങിയിട്ടുള്ളത്. ഇത് രണ്ടും ഭയങ്കര ഒരു കോമ്പിനേഷൻ, ഏട്ടനും അനിയന്മാരുമാണ്. ഫോസ്ഫോലിപ്പിഡ്സ് ഇതൊരു സെൽ മെമ്പറൈൻ ഏറ്റവും എഫക്റ്റീവാണ്. പ്രമേഹ രോഗികൾക്കെല്ലാം ഫോസ്ഫോലിപ്പിഡ്സ് വളരെ എഫക്റ്റീവാണ്. അവരെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എല്ലാം കുറയ്ക്കാനായിട്ട്, ഇൻസുലിന്റെ ആക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ടൊക്കെ ഫോസ്ഫോലിപ്പിഡ്സ് വളരെ എഫക്റ്റീവായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനൊക്കെ ഏറ്റവും എഫക്റ്റീവാണ് ഫോസ്ഫോലിപ്പിഡ്സ്. ഹാർട്ടിന് നല്ലതാണ്, LDL കൊളസ്ട്രോൾ കുറയ്ക്കാൻ നല്ലതാണ്, നല്ല കൊഴുപ്പ് HDLന്റെ അളവ് കൂട്ടാൻ നല്ലതാണ്. അതേപോലെ ഹൃദയ ധമനികളുടെ എലാസ്തികത വർദ്ധിപ്പിക്കാൻ, ഇപ്പം ബ്ലഡ് തിന്നേഴ്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ചെറിയ തോതിൽ ഒരു ബ്ലഡ് തിന്നർ ആയിട്ട് നമുക്ക് എഫക്ട് ചെയ്യാനായിട്ട് സാധിക്കാവുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് krill ഓയിൽ. അതിന്റെ കൂടെ നമുക്ക് പറ്റുമെങ്കിൽ L-arginine കൂടെ കൺസ്യൂം ചെയ്താൽ എഫക്റ്റീവ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് krill ഓയിൽ. krill ഓയിൽ നമുക്കുള്ളത് krill ഫിഷ് തുടങ്ങിയിട്ടുണ്ട്, അസ്പാക്സാന്തിൻ ഉണ്ട്, ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്, omega-3 ഉണ്ട്, EPA, DH ഉണ്ട്. ഏകദേശം 5-6 ന്യൂട്രീഷൻ കണ്ടന്റ് krill ഓയിലിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് കഴിക്കേണ്ട രീതി രാവിലെ 1, വൈകിട്ട് 1 ഉപയോഗിക്കേണ്ടത്. ബ്ലഡ് പ്രഷർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ BPA മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെയേ കഴിക്കാവൂ. ഹാർട്ട് ഡിസോർഡേഴ്സിന് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻസ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെയേ കഴിക്കാവൂ. ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർട്ട് ഡിസോർഡേഴ്സ് പ്രശ്നം, ഹാർട്ട് പ്രോബ്ലം വരാതിരിക്കാൻ ഏറ്റവും എഫക്റ്റീവാണ്. അത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, omega-3 ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പുനീത് രാജ്കുമാറിന്റെ ഒക്കെ ഡെത്ത് എന്ന് പറയുന്നത് പോസ്റ്റ് കോവിഡ് കാർഡൈറ്റിസ് എന്നൊക്കെ പറയും. കോവിഡ് വന്നതിന് ശേഷം ബ്ലഡ് ക്ലോട്ടിങ്, കോവിഡിന്റെ വാക്സിനേഷൻ എടുത്ത ആൾക്കാർ, കോവിഡ് വന്നിട്ടുള്ള ആൾക്കാർക്ക് ബ്ലഡ് ക്ലോട്ടിങ് കൂടുതൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് നമുക്ക് പ്രധാനമായിട്ടും സ്ട്രോക്കിനും ഹാർട്ട് പ്രോബ്ലത്തിനും കാരണമാവുന്നത്. അതിന് krill ഓയിലൊക്കെ വളരെ എഫക്റ്റീവാണ്. പോസ്റ്റ് കോവിഡ് ഹാർട്ട് ഡിസോർഡേഴ്സിനൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ആർത്രൈറ്റിസിന് എഫക്റ്റീവാണ്, ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സിനൊക്കെ നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനായിട്ടും omega-3 ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ സെഷന്റെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കോയിൻസൈം ക്യൂട്ടൻ ആയിരുന്നു, പക്ഷെ ഈ സാധനം വന്നതിന് ശേഷം എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഇവനായിട്ട് മാറി. ഏതാ സാധനം? കീപ് മൈ മൊബൈൽ വെർട്ടിക്കലായിട്ട് വെച്ചാൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആവും തോന്നുന്നുണ്ട് എനിക്ക്. യെസ്, ഓക്കെ. സോ ദിസ് ഈസ് കോൺസെൻട്രേറ്റഡ് മിനറൽ ഡ്രോപ്സ് എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. എന്താണ് മിനറൽസിന്റെ റെലവൻസ്? എന്താ? നേരത്തെ നമ്മൾ സംസാരിച്ചത് മോസ്റ്റ് നെഗ്ലക്റ്റഡ് ഓർഗൻ ഓഫ് അവർ ബോഡി നമുക്ക് ആർക്കും അറിയില്ല. മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ സൂക്ഷ്മ ജീവികൾ എന്ന് പറയുന്നത് ഒരു ഓർഗൻ ആണെന്നുള്ളത് പല ആൾക്കാർക്കും ഇപ്പോഴാണ് മനസ്സിലായിട്ടുണ്ടാവുക. പക്ഷെ അതിനേക്കാൾ വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ മിനറൽസ് ആണ്. മിനറൽസ് ഞാൻ പറഞ്ഞ ശരീരത്തിൽ 84ഓളം മിനറൽസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇത്ര നേരം സംസാരിച്ചതിൽ പ്രോട്ടീൻ 22 ആണ്. ആന്റി ഓക്സിഡന്റ് പറയാന്നുണ്ടെങ്കിൽ മാക്സിമം പോയാൽ ഒരു 10ഓ 20ഓ ഉണ്ടാവും, മാക്സിമം പോയാൽ 30ഓ ഉണ്ടാവും ആന്റി ഓക്സിഡൻസ്. omega-3 മാക്സിമം പോയാൽ 6 or 7 ഉണ്ടാവും. അതിന് കൂടുതൽ omega-3 ന്യൂട്രീഷൻ ഇല്ല. പക്ഷെ മിനറൽസ് 84 ഉണ്ടാവും. വൈറ്റമിൻസ് 13 എണ്ണമാണ്, പക്ഷെ മിനറൽസ് കിടക്കുന്നത് 84ആണ്. സയന്റിസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അസുഖം 1, 2, 3, 4 മിനറൽസിന്റെ ഷോർട്ടേജ് കൊണ്ട് മാത്രമാണ് വരുന്നതെന്നുള്ളതാണ്. പക്ഷെ 90% ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനും മിനറൽസ് മാത്രം സപ്ലിമെന്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്യാന്ന് പറയും. ഈച്ച് ആൻഡ് എവറി ഡിസീസ് ആർ കണക്റ്റഡ് ടുവേർഡ്സ് മിനറൽ ഡെഫിഷ്യൻസി എന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും മഗ്നീഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഹാർട്ട് പ്രോബ്ലം ഉണ്ടാക്കും. സെലീനിയം ഡെഫിഷ്യൻസി COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമിനറി ഡിസോർഡർ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആസ്തമാന്നോ അല്ലെങ്കിൽ ബ്രോങ്കൈറ്റിസ് എന്നോ അല്ലെങ്കിൽ ലങ്സിൽ ഇൻഫ്ലമേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സോ ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ മിനറൽ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ വളരെ വളരെ പ്രശ്നമാണ്. പക്ഷെ ആരാണ് മിനറൽസിനെ കുറിച്ച് കൂടുതൽ കൺസേൺഡ് ആവുന്നത്? മിനറൽസ് ഏറ്റവും കൂടുതൽ എവിടെയാണ് ഉള്ളത്? എവറിത്തിങ് ഇസ് മേഡ് അപ്പ് ഓഫ് മിനറൽസ്. എല്ലാ സാധനങ്ങളും, നമ്മൾ മുന്നിൽ കിടക്കുന്ന ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഉപയോഗിക്കുന്ന പേന, ബുക്ക്, കട്ടില്, കസേര, എല്ലാ സാധനവും എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഏതെങ്കിലും ഒരു ധാതുക്കളുടെ കോമ്പിനേഷൻസ് ആണ് ഇതെല്ലാം. മിനറൽസ് എന്താ നമ്മൾ ശരീരത്തിന് ചെയ്യുന്നത്? നമുക്ക് നടക്കാനും ഓടാനും നിൽക്കാനും കിടന്നുറങ്ങാനും ഇരിക്കാനും എല്ലാത്തിനും സഹായിക്കുന്നത് മിനറൽസ് ആണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലെ, കേട്ടിട്ടില്ലേ? സോഡിയം കുറവാ അല്ലേ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് സോഡിയം കുറഞ്ഞു മിഞ്ഞാന്ന് രാത്രി പെട്ടെന്ന് അല്ലെ, പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടില്ലേ?
ഉറക്കക്കുറവുണ്ടാവും, പിച്ചും പയൊക്കെ വിളിച്ച് പറയും, ചിലപ്പോൾ നിൽക്കാൻ പറ്റില്ല, കുഴഞ്ഞു വീഴും. ശരിയല്ല? ഒരു സോഡിയത്തിന്റെ കുറവ് കാരണം ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശരീരത്തിന് 108 മിനറൽസ് വേണം. ഈ 108 മിനറൽസ് എതിലൂടെയാണ് നമുക്ക് സോഴ്സ് കിട്ടുന്നത്? ആലോചിച്ച് നോക്ക്. സോ എവറി ഡിസീസ് ഇസ് കണക്റ്റഡ് ടുവേർഡ്സ് മിനറൽ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എത്ര മിനറൽസ് ഉണ്ട്? 10 മുതൽ 15 മിനറൽസ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലുണ്ട്. അത് വാട്ടർ പ്യൂരിഫയറിലൂടെയാണ് കുടിക്കുന്നതെങ്കിൽ അതിന്റെ കാര്യം തടയുക, അതുമില്ല. കാരണം എന്താ? വാട്ടർ പ്യൂരിഫയർ മോശമായിട്ടല്ല കേട്ടോ. വാട്ടർ പ്യൂരിഫയറിൽ നല്ല വെള്ളം കിട്ടും, പക്ഷെ കംപ്ലീറ്റ് നല്ലതും മോശവും എല്ലാ സാധനവും അരിച്ചെടുത്ത് വെറും നല്ല വെള്ളം കിട്ടുന്നുണ്ടാവും, പക്ഷെ അതില് മിനറൽസ് അടങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന കിണർ വെള്ളം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കോരി കുടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശരിയല്ലേ? ആ കാലഘട്ടത്തിൽ നമ്മൾ കോരി കുടിച്ചിരുന്ന സമയത്ത് ഒരു വലിയൊരു ഏരിയ, വലിയൊരു കോമ്പൗണ്ടിൽ ഒരു കിണർ മാത്രമേ ഉണ്ടാവും. ഞങ്ങൾ താമസിച്ച വലിയൊരു കോമ്പൗണ്ടാണ്, അവിടെ ഒരു കിണർ മാത്രമേ ഉള്ളൂ. കക്കൂസും ബാത്റൂം എന്നൊക്കെ പറഞ്ഞാൽ കൊടയും ചൂടി നടക്കണം, കൊടയെടുത്ത് നടക്കണം മഴക്കാലത്തൊക്കെ കക്കൂസ് പോകാനായിട്ട്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സെന്റ് 4 സെന്റ് സ്ഥലത്ത് ഇപ്പുറത്തെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ഇപ്പുറത്ത്, അപ്പുറത്തെ വീട്ടിലെ കിണർ ഇപ്പുറത്ത്. അതുകൊണ്ട് കണ്ടാമിനേഷൻ ആയി, പൊല്യൂട്ടഡ് ആയി. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എന്താ ഉള്ളതെന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാൻ സാധിക്കും, അല്ലെ? സോ മിനറൽസ് നമ്മുടെ ശരീരം ഉണ്ടാക്കുവോ? ബോഡി ഡോണ്ട് പ്രൊഡ്യൂസ് മിനറൽസ്. മിനറൽസ് ഭൂമിയിലൂടെ മാത്രമേ കിട്ടുള്ളൂ. സോ മിനറൽസിന്റെ വേറെ ദൗത്യം എന്താ? മിനറൽസ് കൺവേർഷൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പൊ സൂര്യരശ്മികളിലൂടെ നമുക്ക് വൈറ്റമിൻ D2 കിട്ടും, പക്ഷെ അത് വൈറ്റമിൻ D3യിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മഗ്നീഷ്യം എന്ന് പറയുന്ന ഒരു സാധനം വേണം. വെറുതെ സൂര്യരശ്മികൾ അൾട്രാ വയലറ്റ് റേസ് കൊണ്ടാൽ എനിക്ക് വൈറ്റമിൻ D കിട്ടും എന്ന് പറഞ്ഞിട്ട് പൊട്ടത്തരം പറഞ്ഞിട്ട് രാവിലെ ടെറസ് പോയിട്ട് നിന്നിട്ട് സൂര്യ വെളിച്ചം കൊണ്ടിട്ട് കാര്യമില്ല. അതിന് അബ്സോർപ്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ വേറെ മിനറൽസ് ആവശ്യമാണ്. കാൽഷ്യം വേണം, മഗ്നീഷ്യം വേണം. സോ ഇന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്നത്തെ പൊല്യൂട്ടഡ് എൻവയോൺമെന്റിൽ, എക്സസൈസ് കുറവുള്ള സമയത്ത്, നമ്മൾ ഇന്നത്തെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലില്, ബിസി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഇതൊക്കെ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ നമുക്ക് സമയമില്ല, അല്ലേ? ആലോചിച്ച് നോക്ക്, പല മിനറൽസിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് പല അസുഖങ്ങൾ വരാൻ സാധ്യത. ജസ്റ്റ് ഞാൻ 1-2 പറയാം. അയോഡിന്റെ കുറവ് കൊണ്ട് തൈറോയിഡിന്റെ പ്രശ്നം വരാം. കാൽഷ്യത്തിന്റെ കുറവ് കൊണ്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വരാം, ഓസ്റ്റിയോപൊറോസിസ് വരാം. അയണിന്റെ കുറവുകൊണ്ട് അനീമിയ, വളർച്ച വരാം. കുട്ടികൾക്ക് തൂക്കക്കുറവ് വരാം, അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവാം. സിങ്കിന്റെ കുറവ് കൊണ്ട് പ്രതിരോധ ശക്തിയിൽ കുറവുണ്ടാവാം, ജനറ്റിക്കലായിട്ട് ഡിസോർഡർ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫ്ലോറൈഡിന്റെ കുറവ് കൊണ്ട് പല്ലിൽ പുളിപ്പുകൾ വരാം. സെലീനിയത്തിന്റെ കുറവ് കൊണ്ട് ക്യാൻസർ വരാം, ഹാർട്ട് പ്രോബ്ലം വരാം, ലങ്സിൽ ഇൻഫെക്ഷൻസ് വരാം, ബ്രോങ്കൈറ്റിസ് വരാം, ആസ്തമ വരാം. കോപ്പറിന്റെ കുറവ് കൊണ്ട് കോളജനിലെ പ്രശ്നം വരാം, ലിഗമെന്റിൽ തേയ്മാനം വരാം, RBC ചുവന്ന രക്താണുക്കളുടെ പ്രവർത്തന ശേഷി കുറയാം, എനർജി മെറ്റബോളിസത്തിൽ കുറവുണ്ടാവും. മാംഗനീസ് കുറവ് കൊണ്ട് ഒരുപക്ഷെ മെറ്റബോളിക് റേറ്റ് കുറയാം, ബ്ലഡിൽ ക്ലോട്ടിങ് ഉണ്ടാവാം, സെക്സ് ഹോർമോൺസിന്റെ പ്രവർത്തനം നശിച്ചു പോവാം. മഗ്നീഷ്യത്തിന്റെ കുറവ് കൊണ്ട് മസിൽസിന് പ്രോബ്ലം വരാം, നേഴ്സിന് പ്രശ്നം വരാം, ബ്ലഡ് പ്രഷർ വരാം, കിഡ്നി സ്റ്റോൺ വരാം, ഹാർട്ടിന് സ്തംഭനം ഉണ്ടാവാം, ബ്ലഡ് ഷുഗർ വരാം. ഫോസ്ഫറസിന്റെ കുറവ് കൊണ്ട് അസ്ഥികൾക്ക് പ്രശ്നം വരാം, ബ്ലഡ് വെസൽസിന് പ്രോബ്ലം ഉണ്ടാവും, മസിൽസിന് ക്ഷതം കൂടുന്നുണ്ടാവും. പൊട്ടാഷ്യത്തിന് കുറവ് കൊണ്ട് ബ്ലഡ് പ്രഷർ വരാം, ഹാർട്ട് റിത്തത്തിൽ പ്രശ്നം ഉണ്ടാവും, ശരീരത്തിലെ വെള്ളം സ്റ്റോർ ചെയ്തൊക്കെയുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും. സൾഫർ കുറവ് കൊണ്ട് സ്കിന്നിന് പ്രശ്നം വരാം, സിലിക്കോൺ കുറവ് കൊണ്ട് കാർട്ടിലേജിന് പ്രശ്നം വരാം, കോളജന് പ്രശ്നം വരാം. ക്രോമിയം കുറവുള്ളതുകൊണ്ട് ബ്ലഡ് ഷുഗർ പ്രശ്നം വരാം, ഡയബറ്റിക് വരാം, ഗ്ലൂക്കോസ് മെറ്റബോളിസം കുറയാം. ഇങ്ങനെ ഓരോ മിനറൽസിന്റെയും ഡിസീസുമായിട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്, ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. നമ്മുടെ CMDയുടെ പ്രത്യേകത 66 മിനറൽസിന്റെ ഒരു കലവറയാണ് നമ്മുടെ CMD എന്ന് പറയുന്നത്. 66 മിനറൽസ്. ഒരുപാടുണ്ട്. അസറ്റേനിയം, അമേരിക്കം, ആർഗൺ, അസറ്റൈൻ, ബേറിയം, ബെറീലിയം, ബോറിയം, ബൊറോൺ, ബ്രോമൈൻ, കാഡ്മിയം, കേഷ്യം, ക്ലോറിൻ, ഡാഡ്മിയം, എർബിയം, ഫെർനേഷ്യം, ഫ്ലോറിൻ, ഫ്രേനിയം, ഗാനോഡിലിയം, ജെർമേനിയം, ഹീലിയം, ഹാഷിയം, ഹൈഡ്രജൻ, ഇറീഡിയം, ക്രിപ്റ്റോൺ, ലാൻഥേനിയം, മോളിബ്ഡനം, നിയോൺ, നിക്കൽ, നൈട്രജൻ, ഓസ്മിയം, പ്ലാറ്റിനം, സിൽവർ, ഗോൾഡ് എല്ലാം ഉണ്ട് അതിൽ. പൊളോണിയം, പ്രോമെഥലിയം, റേഡിയം, റാഡോൺ, റിബീഡിയം, സെമേറിയം, സിലിക്കോൺ, സ്ട്രോൺഷ്യം, സൾഫർ, ക്രോമിയം, ടൈറ്റാനിയം, ടങ്സ്റ്റൻ, യുറേനിയം, വെനേഡിയം തുടങ്ങിയിട്ടുള്ള 66 മിനറൽസിന്റെ ഒരു കലവറയാണ് വെറും 7 തുള്ളി കഴിച്ചാൽ കിട്ടുന്നത്. ഒരു തുള്ളിക്ക് 80 പൈസ ചെലവുള്ളൂ. 80 പൈസക്ക്
66 മിനറൽസ് കിട്ടുന്ന ഈ ലോകത്തിൽ ഏത് ന്യൂട്രീഷൻ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കുക. വെസ്റ്റീജിന് മാത്രം അവകാശപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ഈ CMD എന്ന് പറയുന്ന സാധനം. എനിക്ക് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം ഡെയിലി രാവിലെ വർക്കൗട്ടിന് പോണ സമയത്ത് ഐ യൂസ് ടു ക്യാരി 1 ലിറ്റർ ഓഫ് ബോട്ടിൽ ഇൻ മൈ ഹാൻഡ്. ആ 1 ലിറ്റർ ബോട്ടിലിൽ ഒരു 7-8 തുള്ളി മിക്സ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് ബാക്കിയുള്ളവൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പെർഫോമൻസും കൂടുതൽ എന്താ പറയുക എനർജിയോടുകൂടിയും ചെയ്യാൻ സാധിക്കുന്ന, എനിക്ക് തരുന്ന കരുത്ത് തരുന്ന വൺ ആൻഡ് സിംഗിൾ പ്രോഡക്റ്റ് ആണ് CMD എന്ന് പറയുന്നത്. ഒരു ദിവസം എനിക്ക് 100 പോഷകങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് CMD. 66 ന്യൂട്രീഷൻ CMDയിൽ കിട്ടും. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് ബ്ലഡിൽ ക്ലോട്ടിങ് ഉണ്ടാവില്ല. ഞാൻ എവറി 3-4 മന്ത്സ്, എവറി 3 മാസം 4 മാസം കൂടുന്തോറും ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. 59 തവണ ഞാൻ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, 59 ടൈംസ്. എന്റെ ഡ്രീമാണ് 75 കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. 50 വരെ, അറ്റ് ദ ഏജ് ഓഫ് 50 വരെ കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇഫ് യു ആർ ഹെൽത്തി വേണമെങ്കിൽ 55 വരെയൊക്കെ കൊടുക്കാം. പക്ഷെ കഴിഞ്ഞൊരു 1.5 കൊല്ലമായിട്ട് ഞാൻ ഈ പറയുന്ന സപ്ലിമെന്റ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ഹീമോഗ്ലോബിൻ കൗണ്ട് 13ന്റെ മേൽപോട്ട് പോകുന്നില്ല. 12.8, 12.9ന്റെ മേൽപോട്ട് പോകുന്നില്ല. പക്ഷെ എനിക്ക് ക്ഷീണോ കാര്യങ്ങളോ തളർച്ചയൊന്നുമില്ല. CMD ഇറങ്ങി, CMD ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി. ഒരു 3 വീക്സിന് ശേഷം ഞാൻ പോയിട്ട് എന്റെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്ത സമയത്ത് 15.2. കാരണം എന്റെ ശരീരത്തില് ബ്ലഡ് ഉണ്ട്, RBC കൗണ്ട് എല്ലാം ഉണ്ട്. പക്ഷെ ഈ RBC എല്ലാം ക്ലോട്ട് ചെയ്ത് കിടക്കുകയായിരുന്നു. നമ്മൾ എല്ലാവരുടെയും ശരീരത്തിൽ ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലഡ് കൗണ്ട് നമ്പേഴ്സ് ഒരു പക്ഷെ ചിലപ്പോൾ കുറവായിരിക്കും. ക്ലോട്ടിങ് കാരണമാണ്. 30 വയസ്സ് കഴിഞ്ഞാൽ 40% ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവുന്ന പറയുന്നത്. കോവിഡ് ഒന്നും വരണ്ട, ബ്ലഡ് ക്ലോട്ടിങ് നമ്മളെ ശരീരത്തിൽ 30 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും ശരീരത്തിലും 40% ക്ലോട്ടിങ് എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്ക്. ബാക്കി 60% സർക്കുലേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഈ 60% സർക്കുലേഷനിലാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫ് കഴിഞ്ഞു പോകുന്നത്. ഈ 40% ക്ലോട്ടിങ് കൂടെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുമാത്രം എനർജി കിട്ടും എന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ചാടി എഴുന്നേറ്റ്, നിങ്ങൾക്ക് ഒരു ക്ഷീണം എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. CMD ഞാൻ ബെറ്റ് ചെയ്യാം, നിങ്ങൾ ഒരു 3 മന്ത്സ് CMD രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം 3 ലിറ്റർ വെള്ളത്തിൽ, ഓരോ ലിറ്റർ വെള്ളത്തിലും 7 തുള്ളി മിക്സ് ചെയ്ത് കുടിക്കുക. നിങ്ങൾക്ക് ചെലവ് എന്ന് പറയുന്നത് ഒരു ഡ്രോപ്പിന് 75-80 പൈസ ചെലവിൽ നിങ്ങൾക്ക് ഇത്രയും ചീപ്പസ്റ്റ് സോഴ്സിൽ ശരീരത്തിന് കിട്ടാവുന്ന ദ ബെസ്റ്റ് ന്യൂട്രീഷണൽ സോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും CMD. 1000 നാവുകൾ അനന്തം എന്ന് പറഞ്ഞ പോലെ എനിക്കിത് പറയാൻ 1000 അല്ല, ലക്ഷക്കണക്കിന് നാവ് ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞു. കാരണം ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ല. അപ്പൊ കറക്റ്റ് ഒരു മണിക്കൂറായി. 8:39 തുടങ്ങി, ഇപ്പൊ 9:39, കറക്റ്റ് ഒരു മണിക്കൂറായി. എനിക്ക് സമയം തന്ന ഒരു മണിക്കൂർ മാത്രം, ഞാൻ 5 മിനിറ്റ് കൂടെ എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് മാത്രം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രേറ്റ് സോൾട്ട് ലേക്ക് ഓഫ് ഊത്ത എന്ന് പറയുന്ന ഊത്ത ലേക്ക് എന്നാണ് ഈ സാധനം എടുക്കുന്നത്. ഊത്ത ലേക്കിന്റെ പ്രത്യേകത, ഇതിന്റെ അവിടുത്തെ സീ വാട്ടർ ആണ് സാധനം. നമ്മുടെ ഭാരതപ്പുഴയേക്കാൾ കുറച്ചുകൂടെ വലിയൊരു റിവർ ആണ് ഊത്ത ലേക്ക്. ഊത്ത എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്നാണ്, വെസ്റ്റേൺ മോസ്റ്റ് സൗത്ത് വെസ്റ്റ് US-ലാണ് ഊത്ത സ്റ്റേറ്റ് വരുന്നത്. ഈ ഊത്ത ലേക്കിലെ പ്രത്യേകത, അതിന്റെ സീ വാട്ടർ കണ്ടന്റ് ഭയങ്കര ഹാർഡാണ്, കട്ടി ഭയങ്കര. സാധാരണ സീ വാട്ടറിനേക്കാൾ 10 ടൈംസ് ഹാർഡർ ആണ് അവിടുത്തെ സീ വാട്ടർ. 60s 70s 60-70 കാലഘട്ടങ്ങളിൽ അവിടെ ജീവിച്ചിരുന്ന പല ആൾക്കാർക്കും ആർത്തറൈറ്റിക് പ്രശ്നങ്ങള്, രാവിലെ എണീച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് USA എന്നൊക്കെ പറഞ്ഞാൽ, അമേരിക്ക എന്ന് പറഞ്ഞാൽ വിന്റർ ടൈമിലൊക്കെ -डिग्री കാലാവസ്ഥയിലൊക്കെ പോകും. വാഷിംഗ്ടൺ ഏരിയയിലൊക്കെ മൈനസിലേക്ക് പോകും. സോ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഈ സർക്കുലേഷൻ ഡിസോർഡർ, നമ്പ്നെസ്, തരിപ്പ്, കാലിനൊരു മരവിപ്പ്, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാർക്ക് അനുഭവം ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു ഡോക്ടർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഈ ഊത്ത ലേക്കിന്ന് വെള്ളം എടുത്തിട്ട്, സീ വാട്ടർ എടുത്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പല ആൾക്കാർക്കും ഉപയോഗിക്കാൻ പറഞ്ഞു. കുടിക്കുന്ന വെള്ളത്തിനോട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു. 5-6 മാസം ഇവർ ഉപയോഗിച്ച സമയത്ത് ഈ പറയുന്ന ഈ തരിപ്പ്, ആമവാദ പ്രശ്നങ്ങൾ, നമ്പ്നെസ്, സർക്കുലേഷന്റെ കുറവ്, കാലില് നീർക്കെട്ട്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ആർത്രൈറ്റിക് ട്രബിള്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, എനർജി മെറ്റബോളിസം ഒക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടുതലായിട്ട് കാണപ്പെട്ടു. ആൾക്കാർ ഭയങ്കര ഹെൽത്തി ആവുന്നു, നല്ല ജോയിന്റ് ഒക്കെ വളരെ ഫ്ലെക്സിബിൾ ആയിക്കൊടുക്കും. പിന്നീടാണ് USFDA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അസോസിയേഷൻ, അവർ ഇതിനെ ടേക്ക് ഓവർ ചെയ്തു. ഇതിൽ എന്തുണ്ടെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് മനസ്സിലാക്കിയത് ഏറ്റവും കൂടുതൽ ഈ എർത്തിൽ ഏറ്റവും കൂടുതൽ മിനറൽ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സീ വാട്ടർ ആണ് ഊത്ത ലേക്ക്. അതിൽ നിന്ന്
ഒരുപാട് ഓർഗനൈസേഷൻസ്, ഒരുപാട് അസോസിയേഷൻസ് ഇതിനെ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നില്ല. ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അത്രയ്ക്കും നമ്മളെ ശരീരത്തിന് ഊർജം തരുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന സാധനം. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 100 ന്യൂട്രിയൻസ് ആണ് അല്ലെ. ഇതിൽ എത്ര ന്യൂട്രിയൻ്റ് ഉണ്ട്? CMT-യിൽ 66 പോഷകങ്ങൾ, പ്രോട്ടീൻ പൗഡറിൽ 16 എണ്ണം, 100 പ്ലസ് അല്ല 66 പ്ലസ് 16 എത്രയായി? 82. നമ്മളെ കോംബയോട്ടിക്സിൽ 15 എണ്ണം, അതേപോലെ തന്നെ നമ്മൾ omega-3-ൽ 6 എണ്ണം. ഇത് കൂട്ടി നോക്കിയാൽ ഏകദേശം 102 ന്യൂട്രിയൻസ്, 102 പോഷകങ്ങളാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ 4 പ്രൊഡക്റ്റിൽ മാത്രം കിട്ടും. ഞാൻ വേറെ ഒരു പ്രൊഡക്റ്റും പറഞ്ഞിട്ടില്ല. നമുക്ക് 48-50ഓളം പ്രോഡക്റ്റ് വെസ്റ്റീജിലുണ്ട്. സീപെക്ടോണിനെ കുറിച്ച് പറയാൻ തോന്നിക്കഴിഞ്ഞാൽ 190 ബയോ ആക്റ്റീവ് കോമ്പണൻസ്, അത് വേറെ കിടക്കുന്നു. അത് വേറൊരു മഹാസംഭവമാണ്. സീപെക്ടോൺ വൈറ്റൽ കോംപ്ലക്സ് ഒക്കെ അത് വേറൊരു യുഗമാണ് സാധാരണ. ഇതാണ് നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇത് ചെറിയ സംഗതി അല്ല. നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ കാലെടുത്ത് വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഒരു 1000 രൂപ 2000 രൂപയ്ക്ക് അഷ്വർ സോപ്പോ ടാൽക്കം പൗഡറോ വാങ്ങി ഉപയോഗിക്കാൻ വേണ്ടി വെസ്റ്റീജിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാല് വെച്ച ഇൻഡസ്ട്രി ചെറുതല്ല മൈ ഡിയർ ഫ്രണ്ട്. ഇത് വലിയൊരു അലക്കടലാണ്. നമുക്ക് ഒരുപാട് നമ്മൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അതെല്ലാം നമുക്ക് തരുന്ന ഒരു വലിയൊരു മേഖലയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു തുറന്ന മനസ്സോടുകൂടെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. പ്രോഡക്റ്റിനെ കുറിച്ചാണെങ്കിലും ബിസിനസിനെ കുറിച്ചാണെങ്കിലും അവസരത്തെ കുറിച്ചാണെങ്കിലും പഠിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രോ ചെയ്യാൻ പറ്റാവുന്ന ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. അതുകൊണ്ട് 100 ന്യൂട്രീഷൻ നമുക്ക് എന്തായാലും ഉണ്ട്, ഇതിലൂടെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ഒരൊറ്റ സ്ലൈഡും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഇത് കേട്ടുപോയത് കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. കേട്ടുക നമുക്ക് എന്താ കിട്ടുക? കേട്ടാൽ നമുക്ക് ആരോഗ്യമൊന്നും കിട്ടൂല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സാധനം ഒന്ന് ടെസ്റ്റ് ചെയ്യണം. നമ്മളെ ശരീരത്തിൽ ഇപ്പോ നമ്മൾ 7 മാർക്കേഴ്സ് വെച്ചിരിക്കുകയാണ്. 7 മാർക്കേഴ്സ്. ആദ്യത്തെ 3 എണ്ണം നമ്മളെ ബോഡി ഫാറ്റുമായി ബന്ധപ്പെട്ടതാണ്. പിന്നത്തെ 4 എണ്ണം നമ്മളെ ബ്ലഡ് ടെസ്റ്റ് ആണ്. ആദ്യത്തെ മാർക്കർ എന്ന് പറയുന്നത് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എന്ന് പറയും. നമ്മൾ അരയും നമ്മുടെ വേസ്റ്റും. അത് പുരുഷന്മാരാണെങ്കിൽ വേസ്റ്റ് ഡിവൈഡഡ് ബൈ ഹിപ്പ്. വേസ്റ്റ് ഒരു പക്ഷേ 35 ആയിരിക്കാം, 34 ആയിരിക്കാം. ഹിപ്പ് ഒരു പക്ഷേ 36 37 ഒക്കെ ആവാം. ഡൗട്ട്സ് നമുക്ക് പിന്നീട് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ടൈമില്ല, ഓൾറെഡി റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. ഓക്കെ, വേസ്റ്റ് ഹിപ്പ് റേഷ്യോ നമുക്ക് പുരുഷന്മാരാണെങ്കിൽ 0.85 കൂടാൻ പാടില്ല, സ്ത്രീകളാണെങ്കിൽ 0.95 കൂടാൻ പാടില്ല. അത് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം വേസ്റ്റ് ഹിപ്പ് റേഷ്യോ കൂടുതലുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളിൽ കൂടുതലുണ്ടെങ്കിൽ മെനോപോസൽ സിൻഡ്രോം കൂടുതലുണ്ടാവും. പുരുഷന്മാർക്ക് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ കൂടുതലാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 10 years നിങ്ങൾക്ക് ഹാർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തകരാറുകൾ വരാൻ സാധ്യത കൂടുതലാണ്. ഫസ്റ്റ് മാർക്കർ. സെക്കൻഡ് മാർക്കർ, അപ്പോൾ വേസ്റ്റ് കുറയ്ക്കണം, ഹിപ്പ് കുറയ്ക്കണം. എന്ത് ചെയ്യണം? വർക്കൗട്ട് നിർബന്ധമായിട്ടും ചെയ്യണം. പ്ലാങ്ക് ഒക്കെ കൂടുതൽ ചെയ്യുക. സൈഡ് പ്ലാങ്ക്, സ്ട്രെയിറ്റ് പ്ലാങ്ക്, എൽബോ പ്ലാങ്ക് ഒക്കെ കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോർ സ്ട്രെങ്ത് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വേസ്റ്റ് കുറയ്ക്കാനുള്ള നമ്മളെ ക്രഞ്ചസ് എല്ലാം കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാം. സ്കെലിറ്റൽ മസിൽസ് നമുക്ക് സ്ത്രീകൾക്ക് 50% എങ്കിലും വേണം. പുരുഷന്മാർക്ക് 40%, പുരുഷന്മാർക്ക് 50% എങ്കിലും വേണം, സ്ത്രീകൾക്ക് 40% എങ്കിലും സ്കെലിറ്റൽ മസിൽ. നമ്മൾ ശരീരത്തിന്റെ മൊത്തം വെയിറ്റിന്റെ 50% സ്കെലിറ്റൽ മസിൽ ആയിരിക്കണം പുരുഷന്മാർക്ക്. സ്ത്രീകൾക്കാണെങ്കിൽ 40% ആയിരിക്കും നിർബന്ധമായിട്ടും. ഇത് സ്കെലിറ്റൽ മസിൽസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മസിൽസ് നിങ്ങൾ ഏതെങ്കിലും ജിമ്മിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഹോസ്പിറ്റലിലോ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അതിനെ ചെക്ക് ചെയ്ത വേറെ പ്രൊവിഷൻ നമ്മുടെ നാട്ടിലില്ല, അവിടെ തന്നെ പോകണം. ബോഡി ഫാറ്റ് പുരുഷന്മാർക്കാണെങ്കിൽ 20% കൂടാൻ പാടില്ല. 20% ടോട്ടൽ വെയിറ്റിന്റെ 20% കൂടാൻ പാടില്ല. സ്ത്രീകളാണെങ്കിൽ ടോട്ടൽ വെയിറ്റിന്റെ 25% കൂടാൻ പാടില്ല ബോഡി ഫാറ്റ്. ഈ മൂന്ന് മാർക്കേഴ്സും നമ്മുടെ ബോഡീന്റെ ഫിസിക്കൽ മാർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത 4 മാർക്കേഴ്സ് ബ്ലഡ് ടെസ്റ്റ് ആണ്. നാളെ തന്നെ പോയിട്ട് ആദ്യം ചെക്ക് ചെയ്യുക ഫാസ്റ്റിംഗ് ഇൻസുലിൻ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ല, ഫാസ്റ്റിംഗ് ഇൻസുലിൻ നാളെ തന്നെ പോയി ചെക്ക് ചെയ്യാം. 350 രൂപയെ കണ്ടുള്ളൂ, പോയാ പോട്ടപ്പ.
ഫാസ്റ്റിംഗ് ഇൻസുലിൻ പോയിട്ട് ചെക്ക് ചെയ്യുക. കാരണം ഇവനാണ് നമ്മളെ ഫാറ്റിന്റെ ഏറ്റവും വലിയ കലവറ. ഇൻസുലിൻ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളെ ബോഡി ഫാറ്റ് കൂടും. ബോഡി ഫാറ്റ് കൂടിയാൽ നിങ്ങളെ ലിപ്പിഡ് കൂടും, കൊളസ്ട്രോൾ കൂടും, ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് കൂടും, ഫാറ്റി ലിവർ വരും, നെഫ്രൈറ്റിസ് വരും, ഒബേസിറ്റി വരും, ഹാർട്ട് പ്രോബ്ലം വരും, ബ്ലഡ് പ്രഷർ വരും, എല്ലാം വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇൻസുലിനെ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതുപോലെ വൈറ്റമിൻ ഡി മിനിമം 50 mg എങ്കിലും വൈറ്റമിൻ ഡി ഉണ്ടാവണം. സി റിയാക്റ്റീവ് പ്രോട്ടീൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ 90% ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് ആണ്. ഫാറ്റി ലിവർ, കാർഡിയക് മയോപ്പതി, അതേപോലെ തന്നെ ക്യാൻസർ, ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലം, ആർത്രൈറ്റിസ്, ഓസ്റ്റിയോ റൊമറ്റോയിഡ് എല്ലാം വരുന്നത് എന്താ പറയുക, ഇൻഫ്ലമേറ്ററി ഡിസോർഡേഴ്സ് ആണ്. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഇൻഫ്ലമേഷൻസ്, അത് സി റിയാക്റ്റീവ് പ്രോട്ടീൻ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ യൂറിക് ആസിഡ് കൂടെ ചെക്ക് ചെയ്യുക. യൂറിക് ആസിഡ് വെറും നമ്മളെ ടോക്സിൻസ് മാത്രം ചെക്ക് ചെയ്യാനുള്ളതല്ല. യൂറിക് ആസിഡ് ബെറ്റ് മേ ലീഡ് ടു ഹാർട്ട് ഡിസോർഡർ ഓൾസോ. സോ ഈ നിർബന്ധമായിട്ടും ഈ 7 മാർക്കേഴ്സ്, 7 പാരാമീറ്റേഴ്സ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അതിന്റെ കൂടെ തന്നെ നമ്മൾ സപ്ലിമെന്റ്സ് ഉപയോഗിക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മളെ ഡയറ്റ്, നേരത്തെ പറഞ്ഞ വൈറ്റ് ഫുഡിന്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുക. എക്സസൈസ് നന്നായിട്ട്, ആഴ്ചയിൽ ഒരു 300 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക, സിഗരറ്റ് വലിക്കാരനും വ്യായാമം ചെയ്യാത്തവനും ഒരേ കാറ്റഗറിയുള്ള ആളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വ്യായാമം വളരെ നിർബന്ധമാണ്. വീക്കിലി ഒരു 4 to 5 days എങ്കിലും വ്യായാമം ചെയ്യാനായിട്ട് വേണ്ടി സമയം കണ്ടെത്തുക. അതേപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടീമിലത്തെ ആൾക്കാർക്ക് ഈ സംഗതി എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലയൻസ് ത്രൂ നിങ്ങൾക്ക് എൻ്റെ നമ്പർ വാങ്ങിയിട്ട് വേണമെങ്കിൽ വിളിച്ചോ, വാട്സപ്പിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, എനിക്ക് അലോ ചെയ്ത സമയത്തേക്കാൾ ഒരു 5 മിനിറ്റ് സമയം കൂടുതൽ എടുത്തതിന് ക്ഷമിക്കണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് ഓവർ ടൈം നൗ. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഗുഡ് നൈറ്റ്. Back to host. താങ്ക് യു രാഘവൻജി. ശരിക്കും 5 മിനിറ്റ് എക്സ്ട്രാ എടുത്തത് ഞങ്ങളുടെ ഭാഗ്യം എന്ന് വേണം പറയാൻ, ബിക്കോസ് വി ഗോട്ട് മോർ ഇൻഫർമേഷൻ. തീർച്ചയായും ഇന്നത്തെ സെഷൻ ഇറ്റ് ടേക്ക് സം ടൈം ടു ശരിയായ രീതിയിലൊന്ന് അനലൈസ് ചെയ്തിട്ട്, ആരോഗ്യം നമ്മുടെ സ്വത്താണ്, അത് ശരിയായ രീതിയിൽ പഠിച്ചെടുക്കണമെങ്കിൽ ഇതേവരെ പഠിക്കാത്ത, മേ ബി നമ്മൾ പ്ലേ സ്കൂൾ മുതൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന ഒരു സ്ഥലങ്ങളിലും നമ്മൾ ആരോഗ്യത്തെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് പോയിട്ടില്ല. ഇത് നമ്മളൊരു രണ്ടാമത് ഒരു എഡ്യൂക്കേഷൻ മോഡിലേക്ക് വരുന്ന സമയത്ത്, ഈവൻ ദോ ഇറ്റ്സ് ടേക്ക് ടൈം, ബട്ട് ദിസ് ഈസ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ. നമുക്ക് ഈ കഴിഞ്ഞ 1 hour കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷനാണ് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. കാരണം ഇത് നമ്മുടെ ആരോഗ്യത്തെയും, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരോഗ്യത്തെയും, സമ്പത്ത്, ആൻഡ് സെയിം ടൈം അസറ്റ് ക്രിയേറ്റ് ചെയ്യും, നമ്മുടെ ടോട്ടൽ ലൈഫിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു പ്രോസ്പെരിറ്റി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ലാസ്റ്റ് 1 hour ആയിരുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഇനി ഫർദർ പറയാതിരിക്കാൻ നിർവാഹമില്ല, എല്ലാവരുടെയും താങ്ക്സ് തീർച്ചയായും ചാറ്റ് ബോക്സിലൂടെ അറിയിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന്റെ എഫേർട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനല്ല, ഇത് എൻ്റെ വിന്നിങ് ടീമിന്റെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഹെൽപ്ഫുൾ ആയിട്ടാണ്. ഇത് മലയാളം അറിയുന്ന കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാർ പോലും ഇതിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ദുബായിൽ നിന്നുള്ള ആൾക്കാർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നിങ് ടീമിന്റെ കൾച്ചർ അതാണ്, കണക്റ്റീവായിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായും സ്പെഷ്യൽ താങ്ക്സ് ടു രാഘവൻജി. ആൻഡ് ഇതേപോലെ ഹെൽത്ത് സെഷൻസ് നമുക്ക് റെഗുലറായിട്ട് ഇനി നടക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അപ്ലൈൻ വഴി അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിന്റെ സമയം അനുസരിച്ച് വാട്സപ്പിൽ അദ്ദേഹം റിപ്ലൈ ചെയ്യുന്നുണ്ടാവും. സോ ഇന്ന് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ആയിരിക്കണം. അതിലൂടെയാണ് നമുക്കൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുക. എഡ്യൂക്കേഷൻ ഒരിക്കലും ഈ ഒരു ക്ലാസ് ഉള്ള സമയത്ത് മാത്രമാകരുത്. ഇത് യൂട്യൂബിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കേൾക്കാന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അതേപോലെ ബുക്കുകളിലേക്ക് നിങ്ങൾ കുറച്ച് ഫോക്കസ് കൊടുക്കുക. ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേഴ്സണൽ ഹെൽത്തിന്റെ ഒരു ഭണ്ഡാകാരമായിട്ട്, ഒരു കലവറയായിട്ട് മാറേണ്ടതുണ്ട്. ആ രീതിയിൽ നമുക്കൊരു മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഉത്തരവാദിത്തമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷനോട് അവസാനിപ്പിക്കുകയാണ്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു രാഘവൻജി ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു യു ഓൾ. സോ ഗുഡ് നൈറ്റ്.